സുബ്ഹാനഹു വ തആലാന്റെ പ്രത്യേകക്കാരായ അടിമകളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ എളുപ്പമുള്ള കാര്യവുമായിരിക്കും. അവർക്കത് വളരെ വളരെ പ്രയാസരഹിതമായിരിക്കും, നമുക്കത് വളരെ പ്രയാസവുമായിരിക്കും. ബിസ്മില്ലാ. ഒരു ആവറേജ് ഹഖീഖത്തിൻ്റെ ലോകത്തിൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടാനുള്ളൊരു ചെറിയ വാതിൽ മാത്രമാണ് ഈ ക്ലാസ്. ഒരു ആവറേജ് ഹബീബ നബി എന്താ ഇടാത്ത കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഹാദൽ ഹബ്ബ വൈബു ഇലാഹിനാ وقلب الورى والذات فيه تجلت وصلت عليه فهو بطن وظاهر فظاهره عبد وللبطن صلت أفاض له منه إليه فهالني محيا رسول الله والعين كلتي فتيامني شوقا وعزى لقاؤه إذ العيس لا تجدي والأقدام ضلتي أهيم به طورا ألذ بذكره فأصلوا وطورا لم أرم غير وصلتي وطورا أرى الحياة مريرة وطورا أراها بغيتي ثم ولتي وتذكار أطواري بشوق حبيبنا تكل قلامي وهو عين مظلتي. يا سبحان الله. صلاة على عين الغيوب وغيبها وآل وصحب ما العيوم المحلة وها أريك إن هذا الحب ഈ പ്രേമഭാജനം ഗൈബു ഇലാഹിന നമ്മുടെ ഇലാഹിൻ്റെ രഹസ്യമാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നമുക്കറിയൂല. അറിയാത്ത കാലത്തോളം നമുക്കത് നബിയെ മനസ്സിലാക്കാനും കഴിയൂല. അല്ലാഹുവിൻ്റെ റസൂല് അള്ളാഹുവിൻ്റെ രഹസ്യമാണ്. അത് നമുക്ക് മനസ്സിലാവില്ല. മനസ്സിലാക്കാത്ത കാലത്തോളം നമ്മൾ ഈ ബാഹ്യമായ വർത്തമാനം പറഞ്ഞു നടക്കും. അള്ളാഹുവിനുണ്ടല്ലോ ഒരു രഹസ്യം. അള്ളാഹു തന്നെ രഹസ്യമാണ്. അതുകൊണ്ടാണ് വലിയൊരു ശതമാനം ആളുകൾക്കും ഒരു കാലത്തും അള്ളാഹിനെ അംഗീകരിക്കാൻ കഴിയാത്തത്. അള്ളാഹു രഹസ്യമാണ്, വലിയ രഹസ്യമാണ്. വലിയൊരു ശതമാനം ആളുകൾ വലിയ ബുദ്ധിമാന്മാരാണെന്നും വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണെന്നും അവർ നടിച്ചു നടക്കുന്നു. പക്ഷെ അവർ അള്ളാഹുവിനേക്ക് ഒരു വാതിൽ അവർക്ക് തുറന്നു കിട്ടുന്നില്ല. എന്തുകൊണ്ട്? അള്ളാഹു രഹസ്യമാണ്. അതുകൊണ്ടാണ് മനസ്സിലായി. പിന്നെ രഹസ്യത്തിലേക്ക് തൗഫീഖുള്ളവർക്ക് രഹസ്യം മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതാണ് അത് ഓരോന്നും. ഇപ്പം ഇത് യൂനിസ് കണ്ണൂർ ജില്ലക്കാരനാണ്. ഓന് 2 കൊല്ലം കഴിഞ്ഞ് 1.5 ഒറ്റ കൊല്ലം കഴിഞ്ഞ് എത്ര കൊല്ലമായി ഗൾഫിൽ പോയത്? ഇപ്പോൾ ഗൾഫിൽ 10 മാസം കഴിഞ്ഞ് ഈ കഴിഞ്ഞ ദിവസം വന്നു. ഇപ്പം ഇവിടെ 3-ാമത്തെ ദിവസം ഇവിടെ വന്ന് പാർക്കണേ. ഇനി ചില്ലറ ദിവസം കൊണ്ടാണ് തിരിച്ചു പോകും വേണം. എന്ന് തിരിച്ചു പോകണം? അപ്പം നോക്കൂ നിങ്ങൾ, 1 മാസം 1.5 മാസം ലീവിന് വന്നത്. അപ്പം വന്ന് ചില്ലറ ദിവസം കൊണ്ട് ഇവിടെ വന്ന് വ്യാഴാഴ്ച വന്ന് താർത്ത് വെള്ളി ശനി. അപ്പം നിങ്ങളത് എന്ത് അവനെ ഇതിൻ്റെ ഒരു രസം കുടുങ്ങിപ്പോയി. ഈ ക്ലാസ്സിൻ്റെ രഹസ്യം അവനെ ബാധിച്ചു. അപ്പം പിന്നെ അത് ആ രഹസ്യം അവൻ്റെ ഉള്ളിൽ അല്പമെങ്കിലും കയറി. പണ്ടും അങ്ങനെ തന്നെയാണ്. ഏത് കാലത്തും യൂനിസ് നാട്ടിൽ വന്നാൽ അങ്ങനെ തന്നെയാണ്. ഇവിടെയാണ് കൂടുതലുണ്ടാവുക. നാട്ടിലുണ്ടാവില്ല എന്നല്ല, പക്ഷേ വലിയൊരു സമയവും ഇവിടെ ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ ക്ലാസ് നടക്കാന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂർ 2 മണിക്കൂർ അതാ ക്ലാസ് നടത്തുക. പക്ഷെ നടക്കുക ആ സമയം കഴിഞ്ഞ് ബാക്കിയവൻ അടുത്ത ക്ലാസ്സിനോട് കാത്തുത്തിരിക്കും. എന്തുകൊണ്ട്? അതിനെക്കുറിച്ച് ചില ധാരണകൾ അവനുണ്ടായി.
അതാണ് ഇതിന് കാരണം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഹബീബിനെ പറ്റി നമുക്കൊരു ധാരണ കിട്ടിയിട്ടില്ല. അപ്പം നമ്മൾ ഇക്റാഹ് മുക്രഹാണ്, ഇബാദത്ത് നമുക്ക് മുക്രഹാണ്, മുക്രഹായിട്ടുള്ള ഇബാദത്ത് നമുക്ക് നിർബന്ധ സാഹചര്യത്തിൽ നമ്മൾ ഇബാദത്ത് ചെയ്യണത്, നിർബന്ധ സാഹചര്യം. എന്തുകൊണ്ട്? അപ്പം നമ്മൾ ഒരു രഹസ്യം മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ളുഹറാകാത്തതിൽ വിഷമം തോന്നും. രഹസ്യം മനസ്സിലാകാത്ത കാലത്തോളം ളുഹറിന് ബാങ്ക് കൊടുത്താലും വിഷമം തോന്നും. രഹസ്യം മനസ്സിലായി, ഒരു രഹസ്യം ഫർള് നിസ്കാരത്തിൽ അന്തർലീനമായ രഹസ്യം ഒരാൾക്ക് മനസ്സിലായാൽ, അത് ആർക്കാ മനസ്സിലായ? 100 കോടി മുസ്ലിമീങ്ങളിൽ അത് മനസ്സിലായവർ ഒരു പക്ഷേ 100 ആളുണ്ടാവില്ല. ഫർള് നിസ്കാരത്തിൻ്റെ രഹസ്യം മനസ്സിലായവർ 100 കോടിയിൽ 100 ആളുണ്ടാവില്ല. ആ ആളുകൾ, അതിൻ്റെ താഴെയുള്ളവർക്ക് രഹസ്യം എന്ന് പറഞ്ഞാൽ പലതരാണ്. രഹസ്യം എന്ന് പറഞ്ഞാൽ പലതരാണ്. രഹസ്യത്തിൻ്റെ ഒരു അകക്കാമ്പുണ്ട്, അതാണ് ഞാൻ പറഞ്ഞ രഹസ്യം. അല്ലാതെ അതിൻ്റെ താഴെയുള്ള പല രഹസ്യങ്ങളും ഉണ്ടാവും. നെയ്യപ്പം എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് രഹസ്യങ്ങൾ അന്തർലീനമാണ്, പല തരത്തിലും അതിൻ്റെ അന്തർലീനമാണ്. തേന് എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ടാവും. മധുരം അതിൻ്റെ ഒരു ഘടകമാണ്. മധുരം ഇഷ്ടമുള്ളവർക്ക് തേൻ ഇഷ്ടമുണ്ടാവും. പക്ഷെ തേൻ്റെ യഥാർത്ഥ ലക്ഷ്യം മധുരം ജനം കൊടുക്കലാണോ? അല്ല. അതിനൊരു രഹസ്യമുണ്ട്. തേൻ എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതമാണ് തേന്. ആ അത്ഭുതത്തെ അല്ലാത്തതിൽ ചില ആളുകൾക്ക് ഉദാഹരണം പറയാം, തേൻ ഒരാൾ ഇഷ്ടപ്പെടും. ഇപ്പം നമ്മൾ എല്ലാവർക്കും തേന് തന്നാൽ എല്ലാവർക്കും തേന് വേണ്ടി വരും. പക്ഷെ അതിൽ ഭൂരിഭാഗം ആളുകൾക്കും തേനെ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അതൊരു മധുരപാനീയമാണ്. വേറെ ഒരാളുണ്ട്, കയ്പാണെങ്കിലും തേൻ കുടിക്കും. എന്തേ? അയാൾക്ക് തേനിൻ്റെ രഹസ്യം അറിയും. നേരെ മറിച്ച് ഒരു കയ്പുള്ള തേനും ഉണ്ട്, ഞാൻ കുടിച്ചിട്ടുണ്ട് കയ്പുള്ള തേന്. ചില സന്ദർഭത്തിൽ കാട്ടിലെ ചില പൂക്കളിൽ നിന്ന് തേനീച്ചകൾ തേൻ ശേഖരിക്കും. ആ തേൻ കയ്പായിരിക്കും. കയ്പുള്ള തേൻ ഞാൻ കുടിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പൊതുവായി ഈ കയ്പുള്ള തേൻ എന്നാൽ നമ്മളത് കുടിക്കൂല. എന്തുകൊണ്ട്? ഇത് ശരിയില്ല. കാരണം അവൻ തേനിൽ കാണുന്ന സംഗതി മധുരതരമായ രസമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് പോയ ഒരാളുണ്ട്, അയാൾക്ക് തേനിൻ്റെ യഥാർത്ഥ രഹസ്യം അയാൾക്കറിയും. തേൻ ഉപയോഗിക്കേണ്ട വിധത്തിൽ ഉപയോഗിക്കേണ്ട സമയം ഉണ്ടാവും. എല്ലാ സമയത്തും എല്ലാം ഉപയോഗിച്ചുകൂടാ. എല്ലാ സമയം എല്ലാം ഉപയോഗിക്കാൻ പറ്റൂല. എല്ലാ സമയത്തിൻ്റെ രഹസ്യം എന്നൊരു സംഗതി ഉണ്ട്. ഇന്നത്തെ ഉദയം എത്ര മണിക്കാ? ഇന്ന് ശനിയാഴ്ച. ഉദയം എത്ര മണിക്കാ? കറക്റ്റ് പറയും. കറക്റ്റ് പറഞ്ഞ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. 6:03 കറക്റ്റ്. 6:03. 6:03 ഒരാഴ്ചയിലെ രഹസ്യമായ സമയമാണ് ശനിയാഴ്ച ഉദയം. ശനിയാഴ്ച ദിവസത്തെ ഉദയം ഒരു രഹസ്യമാണ്. രഹസ്യമാണ് ശനിയാഴ്ച. സാഅത്തുൽ ഊല എന്നാണ് ഉദയത്തിൻ്റെ സമയം. അതാണ് സാഅത്തുൽ ഊല. അത് രഹസ്യ. ആ സമയത്ത് ചെല്ലുന്ന ദുആ രഹസ്യമാണ്. ആ സമയത്ത് ചെല്ലുന്ന അദ്കാറുകൾ രഹസ്യമാണ്. ആ സമയത്ത് ചെയ്യുന്ന കർമ്മങ്ങൾ രഹസ്യമാണ്. അതിനൊക്കെ വലിയ ഫലങ്ങളുണ്ടാവും. ശനിയാഴ്ച ഉദയ സമയം, എവരി സാറ്റർഡേസ്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ? അറിഞ്ഞവന് അത് നഷ്ടപ്പെട്ടാൽ വളരെ വിഷമം തോന്നും. നഷ്ടപ്പെട്ടാൽ വിഷമം തോന്നും. അറിഞ്ഞോന്. അല്ലാത്തവന് എന്താണ്? അറിഞ്ഞവന് അത് നഷ്ടപ്പെടുമ്പോൾ വലിയ വിഷമം. വെള്ളിയാഴ്ച മഗ്‌രിബിന് തൊട്ട് മുമ്പുള്ള സമയം അറിഞ്ഞോന് ഇത് വലിയ രഹസ്യമാണ്. നഷ്ടപ്പെട്ടാൽ വലിയ വിഷമം തോന്നും. ഒരു അത്യാവശ്യ ഫോൺ വന്ന് അപ്പോൾ ഒരു ദുആഇന് ഏറ്റവും വലിയ സമയമാണ് ഏത്?
മഗ്‌രിബിൻ്റെ ആ ഒരു സമയം, വെള്ളിയാഴ്ച പകലങ്ങോട്ട് തീരുന്ന സമയം, അപ്പോഴാണ് പ്രധാനപ്പെട്ട ഒരാൾ, നമുക്ക് ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരാൾ ഗൾഫിൽ നിന്നും 6:30 അല്ലെങ്കിൽ 6:40 ഫോൺ വന്നു. അപ്പോൾ നമ്മൾ അയാളെ അറ്റൻഡ് ചെയ്ത് 2 വാക്കുകൊണ്ട് ഒഴിവായി. അതിന് 6:48 വരെ, 58-59 വരെയാണ് സമയമുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അയാൾ ആ ഫോൺ അറ്റൻഡ് ചെയ്ത്. ഞാൻ 7 മിനിറ്റ് ബാക്കിയുണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മളവിടെ അറ്റൻഡ് ചെയ്തു. പക്ഷെ ആ വിഷയങ്ങൾ പിന്നെ അയാൾ നീട്ടിയപ്പോൾ നമുക്ക് അവിടെ ഫോൺ കട്ട് ചെയ്യാൻ പറ്റൂല. ഒന്ന്, അത്യാവശ്യ കാര്യങ്ങൾ അയാൾ പറയാണ്, അപ്പം നമുക്ക് ഒരിക്കലും കട്ട് ചെയ്യാൻ കഴിയണില്ല. 2, ചിലപ്പോൾ ഈ ഫോൺ നീണ്ടത് നമ്മൾ അറിയൂല. എന്തുകൊണ്ട്? അയാൾ പറയുന്ന ഗൗരവത്തിൻ്റെ വിഷയത്തിൻ്റെ ചൂട് കാരണം. പിന്നെ നമ്മൾ കേൾക്കുന്നത് ബാങ്കാണ്. ചിലപ്പോൾ നമ്മൾ ബാങ്കും കേൾക്കൂല, ബാങ്കും കഴിഞ്ഞു. ആ സമയത്ത് ബാങ്കിൻ്റെ സമയത്തുള്ള ദുആക്ക് ഉത്തരമുണ്ട്. പിന്നെ ആളുകൾ ബാങ്കൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് ആളുകൾ പള്ളി കൂടുമ്പോഴാണ് നമുക്ക് ബോധം വരുന്നത്, ഇനി ആ സമയം കിട്ടണമെങ്കിൽ ഒരാഴ്ച കാത്തിരിക്കണം. ഇത് ഈ രഹസ്യം അറിയണവനാണ്. രഹസ്യം അറിയാത്തവനെന്താ? നല്ലവരാണ്. അല്ലാത്തവർക്ക് മക്കയിൽ ഏതോ അജ്ഞാനകാലത്ത് ജീവിച്ച ഒരു അറബിയാണ്. നിരീശ്വര നിർമ്മതവാദിക്കും ഒരു ഭൗതികവാദിയെ സംബന്ധിച്ചിടത്തോളം 1500 ഒരു 1.5 സഹസ്രാബ്ദത്തിനപ്പുറത്ത് മക്കയിൽ ജീവിച്ചു പോയ ഒരു മനുഷ്യൻ, അതാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിങ്ങൾക്ക് സ്വർഗത്തിലെത്തിച്ചേരാനുള്ള വഴി പറഞ്ഞു കൊടുത്ത ഒരു നല്ല മനുഷ്യൻ. അതുമല്ലല്ലോ ഈ മനുഷ്യൻ്റെ രഹസ്യം. ഞാൻ രഹസ്യത്തിന് തന്നെ അത്വാറുകൾ, തട്ടുകളുണ്ട്. ആ തട്ടിൻ്റെ അവസാനത്തെ തട്ട് മനുഷ്യർക്ക് യോഗ്യമായി പഠിക്കാനുള്ള അവസാനത്തെ തട്ട് 1 നൂറ്റാണ്ടിൽ 100 ആളുകൾക്ക് അറിഞ്ഞാൽ അത്ഭുതം. അറിഞ്ഞോളന്നില്ല. അവരാണ് എത്തിച്ചേർന്നത്, അവരാണ് ഭാഗ്യവാന്മാരും. അവർ പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് പോവില്ല. തേൻ ശേഖരിക്കേണ്ട പൂവിനെ കണ്ടാൽ തേനീച്ചക്കറിയല്ലോ, ആ തേനീച്ച അതിനെ ചുറ്റിപ്പറ്റി പുറത്തേക്ക് പോവില്ല. അവിടെ ഇങ്ങനെ മൂളിപ്പാട്ടും പാടി കറങ്ങും. വലിയ ആൾപ്പെരുമാറ്റവും ശബ്ദം ഉണ്ടെങ്കിൽ അതിന് തേൻ ശേഖരിക്കാൻ കഴിയില്ല. അപ്പോൾ മൂളിപ്പാട്ടും പാടി അവിടെ കറങ്ങും, നല്ലൊരു വിട്ടുപോവില്ല. എന്തുകൊണ്ട്? ആ നടക്കുന്ന പലർക്കും അറിയാത്തൊരു രഹസ്യം തേനീച്ചക്കറിയും. അതിൻ്റെ ആ കൊമ്പണ് താഴ്ത്തിയിട്ട് അതിൽ ഒരൊറ്റ വലിച്ചാൽ തേനീച്ചയുടെ പലകയുടെ തേനിൻ്റെ ഒരു പലകയുടെ ഏരിയ നിറയാൻ മാത്രം തേൻ അവിടെ നിന്ന് കിട്ടും. അത് ഈ തേനീച്ചക്കറിയും. മനസ്സിലാണ്ട് പറഞ്ഞത്? അതുകൊണ്ട് അത് അവിടെ നിന്ന് പോകാൻ അതിന് കഴിയൂല. ഇതന്നെയാണ് അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളിലെ മികവുള്ള ആളുകൾ. അവർ മുഹമ്മദിൽ നിന്ന് അയാളും അവർ മാറൂല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ചുറ്റും തേനീച്ച, നല്ല തേൻ ശേഖരിക്കാവുന്ന ഒരു പുഷ്പത്തെ കാണുമ്പോൾ തേനീച്ചക്കുണ്ടാവുന്ന സന്തോഷവും അവിടെയുള്ള ചുറ്റലുമാണ് അള്ളാഹുവിൻ്റെ ആരിഫീങ്ങൾക്ക് നബിയെക്കുറിച്ചുണ്ടാവുക. അവിടുന്ന് ഇങ്ങനെ ചുറ്റും, അപ്പുറത്തേക്ക് പോവില്ല. അല്ലാത്ത കാലത്തോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കതൊരു നമ്മൾ നല്ലവരാണ്, നമുക്ക് നമ്മളെ സ്വർഗത്തിലെത്താൻ വലിയ ആൾ തന്നെ. നബി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആരാണ്, എനിക്കാരാണ്? നമ്മളെ സ്വർഗത്തിലെത്തിച്ചേരുന്ന നബിയല്ലേ, അപ്പം വലിയ ആൾ തന്നെയല്ലേ. മുൻജിൽ ഖലായക്ക് മിൻ ജഹന്നമ ഫീ ഗദി. അത് തന്നെ ഇപ്പം വർത്തമാനത്തിൻ്റെ കൂട്ടത്തിലെ ഒരു ചെറിയ വർത്താനാണ്, നമുക്കൊരു വലിയ വർത്താനാണ്. ഏത്? മുൻജിൽ ഖലായക്ക് മിൻ ജഹന്നമ ഫീ ഗദി എന്നുള്ളത് നമുക്കത് വലിയ വർത്താനാണ്. നമ്മളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ആളല്ലേ? ആ ആളാണോ നബി? നരകന് ഇത്ര വലിയൊരു കോപ്പാകണ്ടേ? എത്ര വലിയ സംഭവം ആയാലല്ലേ നബി വലിയ സംഭവം, നബി നരകത്തിന് രക്ഷപ്പെടുത്തൽ ഒരു സംഭവമാവുള്ളൂ. നരകത്തിന് ഈ ലോകത്തുള്ള എല്ലാവരെയും കൂടി രക്ഷപ്പെടുത്താൻ നബിയുടെ ചെറുവിരലിൻ്റെ ഒരു തുമ്പ് ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അതാണോ നബിയുടെ ലക്ഷ്യം? നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ? 10 ടണ്ണ് 25 ടണ്ണ് ഒരു ദിവസം വൈകുന്നേരം ആകുന്നത് വരെ ആകുമ്പോഴത്തിന് ലോറി കയറ്റി കൊടുക്കുന്ന ഒരു ആന നിങ്ങൾക്ക് കറിവേപ്പിലിൻ്റെ ഇല ഒടിച്ചും തരും എങ്കിൽ അതാണോ ആന? അത് ഒടിച്ചു തരിക എന്നുള്ളതാണോ ആനയുടെ മനാക്കബ് എഴുതുമ്പോൾ പ്രധാനപ്പെട്ട കാര്യം? മനസ്സിലായില്ല?
100 ടണ്ണ് മരം ലോറി കയറ്റി കൊടുക്കുന്ന ആന ഉച്ചക്കത്തുള്ള ചോറിൻ്റെ കറിക്കുള്ള കറിവേപ്പിലയും ഓടിച്ചിരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനാക്കബ് എഴുതുമ്പോൾ എഴുതാണ് എന്ത്? മത്തായ ആനയാണ്, ഉച്ചക്കുള്ള കറിക്ക് കറിവേപ്പില ഓടിച്ചു തരുന്ന ആനയാണ്. അങ്ങനെ പാട്ടുപാടി. പിന്നെ എല്ലാ വിഡ്ഢിക്കുട്ടികളും വിഡ്ഢിക്കവികളും ഇതന്നെ എഴുതി. റബീഉൽ അവ്വലിലൊക്കെ വിഡ്ഢിത്തരം പാട്ട് എഴുതി കൊടുക്കണം വിഡ്ഢികളുണ്ടല്ലോ. അപ്പം ഈ വിഡ്ഢിക്കവികൾ ഇതെഴുതി, അത് ഈ കുട്ടികളും പാടി. അപ്പം അതിന് വാപ്പ അമ്മാക്കും വലിയ സംഭവമാണ്. എന്തുകൊണ്ട്? അവർക്ക് കറി വലിയൊരു സംഭവമാണ്. അപ്പം കറിവേപ്പിലയും സംഭവമാണ്. മുഞ്ചിൽ ഖലായിക്ക് മിൻ ജഹന്നമ ഫിയവദി എന്ന് പറഞ്ഞത് നമ്മക്ക് വലിയൊരു സംഭവമാണ്, മുത്തുനബിക്കൊരു സംഭവമല്ല. മുത്തുനബി എന്ന് പറഞ്ഞത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് അതെന്തൊരു നബിൻ്റെ പണിയിലെ ചെറിയ പണിയാണ്. നബി എന്നാൽ അള്ളാന്റെ രഹസ്യ, നരകം അള്ളാന്റെ രഹസ്യമല്ലല്ലോ. നരകം അള്ളാന്റെ രഹസ്യമാണോ? നബി നരകം അള്ളാന്റെ സംഭവമല്ല എന്ന് അള്ളാഹു തആല ദുനിയാവിൽ തെളിയിച്ചത് നിങ്ങൾ കണ്ടില്ലേ? ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. ഇത് ഇബ്രാഹിം നബി രക്ഷപ്പെടുത്തലൊക്കെ അതിൽ രണ്ടാം കാര്യമാണ്. ലോകത്തെ ജനങ്ങൾക്ക് നരകം ഒരു ചുക്കുമല്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ആയത്തിറങ്ങിയത്. അത്രയേ ഉള്ളൂ. ഈ വിഡ്ഢിത്തലയെ കെട്ടുകാർ ഇന്നെ ട്രോളാം. വിഡ്ഢിത്തരം തലയിൽ കയറ്റി വെച്ചിട്ട് ജനങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് വലിയ തലയെ കെട്ടി നടക്കുന്ന മുത്തൻ ജാഹിലികളായ ആളുകളുണ്ട്. ഓരിന്നെ ട്രോളാം. എന്ത് ട്രോളാൻ പറ്റിയൊരു സാധനം അപ്പം ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാകും. നിങ്ങൾ തല കൊടുത്ത് ചിന്തിക്കണം എന്താ ഞാൻ ഈ പറഞ്ഞത്. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ അള്ളാഹ് എന്തിനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീയിലിട്ടത്? എന്നിട്ട് എന്ത് പറഞ്ഞു? എനിക്കൊന്നും പ്രശ്നമില്ല. ചില തഫാസിറുകളിൽ കാണുന്നുണ്ട്, 1 മാസത്തോളം വിറക് ശേഖരിച്ചിട്ട് ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആ അഗ്നിയിൽ ഇടാൻ അവർ എത്തിയപ്പോഴത്തിന് അത് അതിശക്തമായി ചുട്ട് പഴുത്തുപോയി. അപ്പോൾ അവർക്ക് അതിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഇബ്രാഹിമിനെ ഇടാൻ പോലും കഴിഞ്ഞില്ല. ചില തഫ്സീറുകൾ കാണുകയാണ്. അപ്പോൾ അവർക്ക് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി എന്ത് ചെയ്തു? ഒരു തെറ്റിയന്ത്രത്തെ കാണിച്ചു കൊടുത്തു. ആ തെറ്റിയന്ത്രത്തിൽ ഇരുന്നിട്ട് മനസ്സിലായില്ലേ? ആ തെറ്റിയന്ത്രത്തിൽ ഇരുത്തിയിട്ടാണ് എറിഞ്ഞത്. ആരെ? ഇബ്രാഹിം നബിയെ. അത്രയും വലിയ അഗ്നിയുടെ കഠോരമായ അഗ്നിയായിരുന്നു എന്ത്? ആ അഗ്നിയോട് ഒരു സെക്കൻഡ് പോലും അള്ളാഹ്ക്കൊരു മൈക്രോ സെക്കൻഡ് വേണ്ടി വന്നില്ല. ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാം. ഇതെന്തിനെ അള്ളാഹു തആല നമുക്ക് പറഞ്ഞു? ഞാൻ വിചാരിച്ചാൽ നരകത്തിൻ്റെ തീയൊന്നും എനിക്കൊരു ചുക്കുമല്ല. അപ്പം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തലാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തലാണ് എന്ത്? നബിൻ്റെ വലിയ പണി. അത് എൻ്റെ പരിയിൽ കറിവേപ്പില ഒരിച്ചലാണ്. ആനയെ സംബന്ധിച്ചിടത്തോളം ആന ചെയ്ത മാത്തായ കർമ്മം എൻ്റെ വല്യമ്മക്കും അമ്മായിക്കും. ആനൻ്റെ വില അറിയണമെങ്കിൽ ബാപ്പാക്കേ അറിയുള്ളൂ. കാരണം ബാപ്പ നോട്ടിൻ്റെ ലക്ഷത്തിൻ്റെ കെട്ടുകളാണ് വൈകുന്നേരം ആകുമ്പോഴത്തേന് ആനയെ കൊണ്ടുണ്ടാക്കുന്നത്. അതൊന്നും ആരും അറിയില്ല. അതാണ് അറിയേണ്ട ആവശ്യം അമ്മായിക്കില്ല. അമ്മായിക്ക് ഇങ്ങനെ ഉണ്ടാക്കണ കറിക്ക് എങ്ങനെ കോപ്പ് കൂട്ടാന്നേ അറിയേണ്ടുള്ളൂ. ഈ കറി എങ്ങനെ ഉണ്ടാവുന്ന അമ്മായിക്ക് അറിയേണ്ട ആവശ്യമില്ല. അത് വാപ്പാക്കേ ആവശ്യമുള്ളൂ. അമ്മാക്ക് ആവശ്യപ്പെടാൻ മീനും ഇറച്ചിയും കിട്ടിയാൽ കറിവേപ്പിലിടണം. അത് ആന ചെയ്തു തരുന്നുണ്ട്. മുഞ്ചിൽ ഖലായിക്ക് മിൻ ജഹന്നമ ഫിയവദി. കറിവേപ്പില ഇടിച്ചു കൊടുക്കുന്ന മഹത്തായ ആന. ഇതപ്പം നബിയെ പറ്റി നമുക്ക് ഏറെ മനസ്സിലാക്കിയത്. നമുക്ക് ഏറെ വലിയത് നരകാണ്. അള്ളാഹ്ക്കതൊരു ചുക്കുമല്ല എന്നുള്ള ഈ ഖുർആനിൽ പഠിപ്പിച്ചു. ഖുൽനാ യാ നാറു, നിങ്ങൾ ഈ ദുനിയാവിൽ ഉണ്ടാക്കിയ തീക്കൂട്ടത്തിലെ ഏറ്റവും വലിയ അഗ്നികുണ്ഡത്തെ 1 സെക്കൻഡിൻ്റെ മൈക്രോ സെക്കൻഡ് എനിക്ക് വേണ്ടി വന്നില്ല. ഞാനതിനെ രക്ഷയുടെ തണുപ്പാക്കിയില്ലേ. പിന്നെ നരകത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴേക്കും ഇബ്രാഹിം നബിക്ക് എന്ത് വെയിറ്റുണ്ടാവുക? വിയർപ്പുണ്ടാവുക. കുറച്ചും കൂടി ഇരിക്കുന്നു.
ഇബ്രാഹിം നബി അലൈഹി സ്വലം ഞാനിതിവിടെ കൊണ്ടുവന്ന് വെച്ചാൽ എന്താണ് ക്ലാസ് എടുക്കേണ്ടത് വിയർക്കും. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അഗ്നികുണ്ഡത്തിലായപ്പോൾ മൂപ്പർക്ക് കർച്ചീഫിൻ്റെ ആവശ്യം വന്നില്ല. പിന്നെ അഗ്നികുണ്ഡം കെട്ടു, ഇബ്രാഹിം നബി ഇറങ്ങിപ്പോന്നു. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പിന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും? സാറാബീവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ എന്ത് പറഞ്ഞു? ഭയങ്കര ചൂട്, വേനൽ കുറച്ച് കട്ടി കൂടി, കുംഭമാസത്തിലെ ചൂടാണ്. കുംഭത്തിലെ ചൂട് എന്നാണ്, പെരുംചൂട് തന്നെയല്ലേ സാറാ. ഇത് കുംഭമാസത്തിലെ ചൂടായതുകൊണ്ട് ഭയങ്കര, ഇത് മേടമാസത്തിലെ ചൂടാണ്, അതുകൊണ്ട് ഭയങ്കര ചൂടായിപ്പോയല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആര് ഇബ്രാഹിം നബി വീട്ടിൽ തിരിച്ചെത്തി, മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ്, എന്തെങ്കിലും വല്ല വെള്ളം കുടിക്കാനുണ്ടോ, എന്തെങ്കിലും വെള്ളം എടുക്കുക, എന്താ ചൂട്, കുറച്ചും കൂടി അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആര്? ഞാൻ പറയാണ്, ഒരു കഥാകാരൻ്റെ ഭാവനയാണ്. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായോ? ഇതെന്നല്ലോട് നരകം. നരകം എനക്കൊരു വലിയ സംഭവമാണ്, ഈശ്വര സംഭവം അല്ലാത്തതുകൊണ്ടാണ്. നമ്മളെ സംഭവങ്ങളൊക്കെ എന്താ? ഷുക്കൂർ സുന്ദരനാ, അത് വല്ലാത്ത സംഭവമാ. ഇതാണിപ്പോൾ 15 കൊല്ലം കേരളീയ മലബാറികൾ പാടി നടന്ന പാട്ടതാണ്. ഷുക്കൂർ സുന്ദരനാ അവൻ, അത് വല്ലാത്ത. ഏതാണ് ഈ ഷുക്കൂർ എന്ന് അല്ലാഹു അഅലം, എനിക്കറിയില്ല. അത് കുറേ പെണ്ണുങ്ങളും ആണുങ്ങളും പാടി നടന്നു. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഷുക്കൂറിൻ്റെ സൗന്ദര്യമാണ് അവരെ സംഭവം. ഗസയിലെ പ്രശ്നങ്ങൾക്ക് പ്രശ്നമല്ല. ലോകത്ത് എന്തൊക്കെ ട്രംപ് ചെയ്ത കരാർ, എന്തൊക്കെ കരാർ ചെയ്തു, അതിനൊക്കെ എന്തൊക്കെയാണ് അറബികൾ കാട്ടിക്കൂട്ടി കോമാളിത്തരം കാട്ടി, അതൊന്നും ഒരു വിഷയമല്ല. ഒരു വിഷയം ഷുക്കൂർ സുന്ദരനാ, അത് വല്ലാത്ത സംഭവമാണ്. നമ്മളെ സംഭവം മുഞ്ചിൽ ഖലായിഖ് മിൻ ജഹന്നമ ഫീ ഗദി, അതോടെയൊക്കെ ശരിയായി. പിന്നെ നമുക്ക് അവിടെ പോയി മന്തി തിന്നാം, സ്വർഗത്ത് പോയി മന്തി തിന്നാം. ഈ മനുഷ്യൻ കുറച്ചപ്പുറത്ത് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിച്ചോ. ഈ മനുഷ്യൻ കുറച്ചപ്പുറത്ത് പറഞ്ഞൊരു വർത്താനുണ്ട്. ഇതേ മനുഷ്യൻ കുറച്ചപ്പുറത്ത് പറഞ്ഞൊരു വർത്താനം എൻ്റെ കണ്ണ് മുളച്ചിട്ട് ഞാൻ കണ്ട അത്ഭുതപ്പെട്ട വാക്കുകളിൽപ്പെട്ട ഒരു വാക്ക് ഈ മനുഷ്യൻ കുറച്ചപ്പുറത്ത് പറഞ്ഞിട്ടുണ്ട്. കുറച്ചപ്പുറത്ത് പറഞ്ഞൊരു വാക്കുണ്ട്. അല്ലാ, കുറച്ചപ്പുറത്ത് അല്ലാ സെക്കൻഡ് ലാസ്റ്റ് വരി. ولولا التذاذ في الجنان بنوره لما هن نحو الخلد كل مبصر ولولا التذاذ ആനന്ദവും ആസ്വാദനവും ആസ്വാദനാനുഭവവും ആനന്ദവും ഇല്ലായിരുന്നുവെങ്കിൽ ഫിൽ ജിനാനി സ്വർഗങ്ങളിൽ ബിനൂരിഹി ആ പുണ്യ റസൂലിന്റെ പ്രകാശം കൊണ്ട് ആനന്ദം അനുഭവിക്കൽ സ്വർഗത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ ആ ശാശ്വത ഭാഗത്തിന്റെ നേർക്ക് വേദനിച്ച് കൊതിക്കുമായിരുന്നില്ല. കുല്ലു മുബസ്സരിൻ അകക്കാമ്പും അകക്കാഴ്ചയും നൽകപ്പെട്ട ഒരാളും. അവിടെ നബിയുടെ പ്രകാശം ഉള്ളത് കൊണ്ട് മാത്രമാണ് അകക്കാഴ്ച നൽകപ്പെട്ടവർ സ്വർഗത്തിൽ ഖാലിദാകാൻ കൊതിക്കുന്നത്. നമ്മൾ കൊതിക്കുന്നത് അവിടെ സ്വർഗത്തിൽ നല്ല തേനിൻ്റെ പുഴയും പാലിൻ്റെ പുഴയുള്ളത് കൊണ്ടാണ്, അവിടെ പള്ളറച്ച് പെണ്ണുങ്ങളുള്ളത് കൊണ്ടാണ്. നമ്മളൊക്കെ അങ്ങനെയാണ്. നമ്മളെ മുന്നിൽ തലയെ കെട്ടി നടക്കുന്ന മഹാന്മാരും അങ്ങനെ തന്നെ. ഒക്കെ എല്ലാവരും ലക്ഷ്യ. ഞാൻ പറഞ്ഞ 100 കോടിയിൽ 100 ആൾക്ക് ഇത് കിട്ടൂല. പിന്നെ അവർ പറഞ്ഞ നമുക്കോട്ട് മനസ്സിലാവൂല. പിന്നെ നമ്മൾ എന്തിനാ ഈ ക്ലാസ് എടുക്കണ, ഈ കിതാബ് ഓതുന്നത്? അങ്ങനെ കണ്ടോലോ. ഒരാളിൻ്റെ പരിയിൽ നെയ്ച്ചോറ് നല്ല രസമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഒരുത്തൻ ചായപ്പൊടി ഇരുന്ന് 50 കൊല്ലം മുമ്പ് എന്നോടൊരാളത് 20 കൊല്ലം മുമ്പ് പറഞ്ഞൊരു സംഭവമാണ്. മുലാളിനെയും പറഞ്ഞു, നല്ല മുല സൽക്കാരത്തിൽ നെയ്ച്ചോറ് നല്ല രസമുണ്ടായിരുന്നോലോ എന്ന് പറഞ്ഞ് ഒരുത്തൻ പീടിയെക്കൊല ഇരുന്ന്. അപ്പോൾ ഓനോട് മറ്റൊരു ചോദിച്ചു, നിങ്ങൾ തിന്നോന്ന്? അപ്പോൾ പറഞ്ഞു, ഞാൻ തിന്നിട്ടില്ല.
ഇവൻ പറഞ്ഞ എന്താണെന്നറിയോ, നിങ്ങൾ തിന്നീനോ വെച്ച് മുലാളിൻ്റെ അവിടെ തന്നെ സൽക്കാരത്തിന് നെയ്ച്ചോറിന് നല്ല രസമുണ്ടായിരുന്നു പറഞ്ഞു. അപ്പോ പീടിയൊക്കെ വേറെല്ലാവർക്ക് ഓൻ്റെ ഒക്കെ ഒരു ഭാഗ്യേ എന്ന് വിചാരിച്ചിരിക്കണോലെ എന്ത് ചോദിച്ച് നിങ്ങൾ തിന്നോ ചോദിച്ചു. ഞാൻ തിന്നിട്ടില്ല, തങ്ങൾ പാപ്പാൻ്റെ ഒപ്പം പോയോര് പറയണത് കേട്ടതാണ് പറഞ്ഞു. മനസ്സിലായി? തങ്ങൾ പാപ്പ പറയുന്ന കേട്ടാലും രസമുണ്ട്. കാരണം തങ്ങളപ്പ ഒറിജിനൽ നെയ്ച്ചോറ് കഴിച്ചിട്ടുണ്ടാവും. ഇതിന്റെ 2ാം ക്വാളിറ്റിയാണ് ആർക്ക് കിട്ടുക? ഒപ്പം പോയവർക്ക്. ആ 2ാം ക്വാളിറ്റിയും ബന്ധുന്നില്ല. അപ്പൊ പിന്നെ 1ാം ക്വാളിറ്റി നെയ്ച്ചോറിന്റെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾക്ക് നബിയെ പറ്റിയുള്ള എല്ലാ പാട്ടും പ്രസംഗവും ഓൻ്റെ തൊള്ളിയേക്കട കയറി കുത്തിരിക്കാൻ ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്ന് പറയുന്നൊക്കെയാണ്. നമ്മളിപ്പോൾ ചില പാട്ടുകൾ, പ്രസംഗങ്ങൾ, ചില വാക്കുകൾ അങ്ങനെ ഒപ്പിച്ച് ചില കവികൾ പോലത്തെ പ്രസംഗിക്കുന്ന തലയിലൊന്നുമില്ലാത്ത കുറേ ആളുകളുണ്ട്. ആ പ്രസംഗമൊക്കെ കേട്ടാൽ നമുക്ക് വായിക്കണം. എന്ത് നബിനെ പറ്റി അവർക്ക് അറിയാം? എന്താ അവർക്ക് അറിയാം? ഒരു ചുക്കും അറിയില്ല. നബിനെ പറ്റിയ ഒരു പറയുന്നത് കേട്ടാൽ കുറച്ചും കൂടി കേട്ടാൽ ഒരു വഹാബിയാവും. ഓരെന്നെ വഹാബിയാണ്. ഈ ചൊറുക്കിൽ നബിനെ പറ്റി പ്രസംഗിക്കണ ഇപ്പാഹ്യം തന്നെ വഹാബിയാണ്. ഞാൻ ആരെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല, ആരും ഉദ്ദേശിക്കാതെയും പറഞ്ഞാൽ അല്ല. എന്തെങ്കിലുമൊക്കെ ഒരു ഉദ്ദേശം ഉണ്ടാവുമല്ലോ. തല കൊടുത്ത് ചിന്തിച്ചോ. ഓലൊക്കെ പ്രസംഗം കേട്ടാൽ നബിയെ ഒഴിവാക്കും. നബിനെ ഒഴിവാക്കണ പണിയല്ലേ, പേരാണല്ലോ. നബിയെ ഒഴിവാക്കിയ, യഥാർത്ഥ നബിയെ ഒഴിവാക്കിയവൻ്റെ പേരാണ് വഹാബി. ഇല്ലെങ്കിൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ആയുസ്സിൽ പാർത്ത ഒരു വീട് കക്കൂസാക്കൂ. അവർക്ക് സ്വർഗം കാണിച്ച് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാൻ വന്ന ആളാണ് മുഹമ്മദ് മുസ്തഫ. അവൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ ഈമാൻ പോവും. നബിൻ്റെ സ്വന്തം ആളുമാണ്. അതിലേക്കാണ് ഇനിയിപ്പോൾ നമ്മളെ സുന്നികൾ മത്സരിക്കാൻ പോണത്. എത്തിക്കഴിഞ്ഞു. ഇനി നമ്മളെ വഹാബികൾക്കൊരു പണി ഉണ്ടാവില്ല. എന്തുകൊണ്ട്? ആ പണി മുഴുവൻ സുഹാബികൾ നിർവഹിക്കും. AD 10ാം നൂറ്റാണ്ടിൽ 11ാം നൂറ്റാണ്ടിലാണ് സുഹാബികൾ ഉണ്ടാകേണ്ടിയിരുന്നത്. സുഹാബികൾ ഉണ്ടാകേണ്ട കാലം AD 11ാം നൂറ്റാണ്ടാണ്. 21ാം നൂറ്റാണ്ടിലാണ് സുഹാബികൾ ഉണ്ടാവുന്നത്. 1000 കൊല്ലം സുഹാബികളെ തടഞ്ഞു നിർത്തിയത് ഇമാം ഗസാലിയാണ്. 1000 കൊല്ലം കഴിഞ്ഞപ്പോൾ സുഹാബികൾ രംഗത്ത് വന്നു. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു 1000 കൊല്ലം മുമ്പ് തടഞ്ഞതിൻ്റെ ഫലമാണ് 1000 കൊല്ലം സുഹാബികളില്ലാതെ പോയത്. 1000 കൊല്ലം കഴിഞ്ഞു, ഒരു ചേഞ്ച് വേണമല്ലോ. അപ്പോൾ സുഹാബികൾ ഉദയം കൊണ്ടു. ഇനി സുന്നി മൂല്യന്മാരിൽ 99% സുഹാബികളായിരിക്കും. എല്ലാവരും, എല്ലാ ഷജറിയും ഹജറിയും ഒക്കെ സുഹാബികളായിരിക്കും. യാതൊരു സംശയം വേണ്ട. മനസ്സിലായില്ലേ? ഹജറുകളും ഷജറുകളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, 1ാം ലോക മഹായുദ്ധത്തിൽ കിട്ടിയ ലാഭത്തിൻ്റെ കാര്യത്തിൽ സഖ്യകക്ഷികൾക്കുണ്ടായ തർക്കത്തിൽ മാത്രമുള്ള വ്യത്യാസമാണ്. ലാഭത്തിൽ രണ്ടു കൂട്ടർക്കുണ്ടായ തർക്കമാണ് ഇതിൻ്റെ അടിസ്ഥാനം. അല്ലാതെ മുത്തുനബിയെ തിരിയലല്ല. മുത്തുനബിയെ തിരിഞ്ഞവൻ ഇതൊന്നുണ്ടാവില്ല. മുത്തു മുഹമ്മദ് മുസ്തഫാനെ തിരിയണം. ആ തിരിയുന്ന ആളുകളെന്ന് നമ്മൾ കാഫറാക്കി, തിരിഞ്ഞവരൊക്കെ നമ്മൾ കാഫറാക്കും. എന്തുകൊണ്ട്? അവർ പറഞ്ഞ് ഇമാം ഗസാലിയെ ലോകം മുഴുവൻ കാഫിറാക്കിയിട്ടുണ്ട്. മുസ്ലിം പണ്ഡിതന്മാർ കാഫറാക്കിയ ഒരു മുസ്ലിയാരാണ്, ഒരു പണ്ഡിതനാണ് ഇമാം ഗസാലി. കാഫറാന്ന് പറഞ്ഞ ഒരുപാട് സുന്നി പണ്ഡിതന്മാരുണ്ട്. ഇമാം ഗസാലി കാഫറാണെന്ന് പറഞ്ഞ സുന്നി പണ്ഡിതന്മാരുണ്ട് ചരിത്രത്തിൽ. അവർ യഖ്റഊന ളാഹിറൽ ഖറാത്തീസ്, കടലാസിൻ്റെ പുറംഭാഗം വായിച്ചുപോയി. എന്നിട്ട് അവർ പറഞ്ഞ് ഇമാം ഗസാലി, ഞാൻ പറഞ്ഞില്ലേ, മുസ്ലിം ലോകത്തിന് 1000 കൊല്ലത്തിനിടയിൽ കടപ്പെട്ട ഏറ്റവും വലിയ മഹാൻ ഇമാം ഗസാലിയാണ് റളിയല്ലാഹു. ഇതെന്നുണ്ടാകേണ്ടതാണ് ഈ സുഹാബി. 1000 കൊല്ലം സുഹാബികളില്ലാതെയാകാൻ കാരണം ഇമാം ഗസാലി എന്നൊരു മനുഷ്യൻ 55 കൊല്ലം ഈ ഭൂമിയിൽ ജീവിച്ചു എന്നുള്ളതാണ്. തിരിച്ചു വരി, അത് വളരെ ചിന്തിക്കണം. ഇപ്പം ഒരാൾ പറയാമല്ലോ, ഇതിപ്പോൾ നമുക്കൊരു രസമല്ലേ? ഫിൽ ജിനാനി ബിനൂരിഹി ലമാ ഹന്ന നഹ്വൽ ഖുൽദി കുല്ലു മുബസ്സരി. രസമെടുക്കലില്ലായിരുന്നുവെങ്കിൽ
സുഖം അനുഭവിക്കലില്ലായിരുന്നുവെങ്കിൽ ഫിൽ ജിനാനി സ്വർഗങ്ങളിൽ ബിനൂരി നബിയുടെ പ്രകാശം കൊണ്ട് സുഖമെടുക്കൽ സ്വർഗങ്ങളിൽ ഇല്ലായിരുന്നുവെങ്കിൽ ലമാ ഹന്ന നഹ്വൽ ഖുൽദി ശാശ്വത ജീവിതത്തിൻ്റെ നേർക്ക് വേദനിച്ച് കൊതിക്കുമായിരുന്നില്ല. കുല്ലു മുബസ്സരിൻ അകക്കാഴ്ച നൽകപ്പെട്ട ഏതൊരാളും, അകക്കാഴ്ച ഒരാൾക്ക് കിട്ടിയാൽ പിന്നെ സ്വർഗം കൊതിക്കൂല. പിന്നെ കൊതിക്കണോ? എന്തുകൊണ്ടാണ്? റസൂലുള്ളാഹിയുടെ പ്രകാശം അവിടെ ഉണ്ട്, അതുകൊണ്ട് അവിടെ ആനന്ദിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ പ്രപഞ്ചത്തിന്റെ രഹസ്യം മുഹമ്മദാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടേക്ക് എത്തണം. നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ കാലത്തുണ്ട് സിമ്മിൻ്റെ ഇത് വാങ്ങിയാൽ പൈസ കൊടുത്താൽ ഒരു ചിപ്പ് കിട്ടും. പിന്നെ നമ്മളിങ്ങനെ 10 പൈസ 25 പൈസ എടുത്താണ്ട് അതിൽ എന്ത് ചെയ്യും? ഒരസും. നേരെ ഒരസിയാൽ അതിന് എന്ത് കിട്ടും? നമ്പർ കിട്ടും. ആ നമ്പർ നമ്മൾ മൊബൈൽ കയറ്റി വിളിക്കാം. ഞാൻ സത്യമല്ലേ, ഈ പണിയാണ് ഇപ്പോൾ ഈ ക്ലാസ്. സിമ്മിൻ്റെ മേലെ ഒരസല. ചിലപ്പോൾ എന്തായാലും ഒരസിൽ ശ്രദ്ധയില്ലാതെ ഒരസിയാൽ ചിലപ്പോൾ നമ്പർ കീറിപ്പോവും. അങ്ങനെയും പേരായും. അത്ര തന്നെ. ഇതൊരു ഒരസലാണ്. നമ്പറുണ്ട് വെളിവാകണം. ആർക്ക് നമ്പർ വെളിവാകാൻ എനിക്കറിയില്ല. എനിക്കടക്കം അള്ളാഹു എനിക്കറിയില്ല. പിന്നെ അങ്ങനെ ഒരസനവൻ്റെ മേലെ അള്ളാഹു റഹ്മത്ത് ചെയ്യുമല്ലോ. ഓനേതായാലും അള്ളാഹിൻ്റെ ഹബീബിനെ കൊതിച്ചില്ലേ? ഈ പ്രേമഭാചനം ഗൈബു ഇലാഹിന, നമ്മുടെ പടച്ചതമ്പുരാന്റെ രഹസ്യമാണ്. പ്രപഞ്ചത്തിന്റെ ഹൃദയവുമാണ് ഈ മനുഷ്യൻ. അള്ളാഹുവിന്റെ പരിശുദ്ധ ദാത്ത് ഫീഹി, ആ മുഹമ്മദിലാണ് തജല്ലത്തി വെളിവായിട്ടുള്ളത്. എന്താ പറഞ്ഞേ? ചിന്തിക്കണം. ഇന്നാ അറദ്നൽ അമാനത അലസ് സമാവാതി വൽ അർളി വൽ ജിബാൽ. ഈ മഹത്തമായ സന്ദേശം, ഈ മഹത്തമായ ഖുർആനിക സന്ദേശം, അമാനത്ത് അലസ് സമാവാത് ആകാശങ്ങളുടെ മേൽ, വൽ അർളി ഭൂമിയുടെ മേൽ, വൽ ജിബാലി ഭൂമിയിൽ തന്നെയുള്ള ഉരുക്കു ശക്തികളായ പർവ്വതങ്ങളുടെ മേൽ. ഫഅബൈന അൻ യഹ്മിൽനഹ, അതിനെ വഹിക്കാൻ അവ നിരോധിച്ചു. ഞങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞു. വഹമലഹ അൽ ഇൻസാൻ, അപ്പോൾ അൽ ഇൻസാൻ അത് ഏറ്റെടുത്തു. അൽ ഇൻസാനെ ഞാൻ അത് ഏൽപ്പിച്ചു. അൽ ഇൻസാൻ ഏറ്റെടുക്കുകയും ചെയ്തു. ആരാണ് ഈ അൽ ഇൻസാൻ? അൽ ഇൻസാൻ മുഹമ്മദാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നഹു കാന ളുലൂമൻ, ആ ആൾ വലിയ ളുലൂമാണ്. എൻ്റെ സ്വന്തത്തിന് വേണ്ടി എന്ത് ത്യാഗത്തിനും സഹിക്കുന്നവൻ സ്വന്തത്തിൻ്റെ ളുലൂമാണ്. അമാനത്തെ ഏറ്റെടുത്തവനെ അള്ളാഹു എങ്ങനെ വിമർശിക്കുക? അവൻ ഏറ്റെടുത്തില്ലേ? അമാനത്തും ഇപ്പം ഇരുകാലിയായ മനുഷ്യൻ പറഞ്ഞു അതൊന്നും നടക്കൂല എന്ന് പറഞ്ഞാൽ ഓനല്ലേ അള്ളാഹു തആല വിമർശിക്കണ്ട്? വഹമലഹ, ഈ അമാനത്തിനെ ഏറ്റെടുത്തു അൽ ഇൻസാൻ. അൽ ഇൻസാൻ മുഹമ്മദ് നബിൻ്റെ പേരല്ലേ? അങ്ങനെയുണ്ടല്ലോ. അൽ ഇൻസാൻ റസൂലുള്ളാഹിന്റെ പേര്. അങ്ങനെ ഒരു പേരുണ്ടല്ലോ റസൂലുള്ളാഹിക്ക്. വഹമലഹ, അപ്പോൾ ഈ അമാനത്തിനെ ഏറ്റെടുത്തു അൽ ഇൻസാൻ ഏറ്റെടുത്തു. വഹമലഹ ഇൻസാനുൻ എന്നല്ല, ഏതോ മനുഷ്യൻ അത് ഏറ്റെടുത്തല്ല, അൽ ഇൻസാൻ ഏറ്റെടുത്ത്. ഇന്നഹു കാന ളലൂമൻ, ആൾ ളലൂമാണ്. സ്വന്തത്തോട് അതിക്രമം ചെയ്താൻ ധൈര്യമുള്ളവനാണ് ആൾക്കത് ഏറ്റെടുക്കാൻ കഴിയുള്ളൂ. അള്ളാഹുവിൽ ലയിച്ചു പോയ ആളാണ്. അപ്പോൾ സ്വന്തത്തിനെ എന്ത് ചെയ്യണം? സ്വന്തത്തോട് അതിക്രമം ചെയ്തിട്ടല്ലേ കറിയ ഭംഗിയാക്കി. ജഹൂലൻ, വലിയ വിവരമില്ലാത്ത ആളാണ്. എന്ത്? നിങ്ങളുടെ ഈ ദുനിയാവിൻ്റെ ചതിയൊന്നും ആൾക്കറിയില്ല. എന്തേ അങ്ങനെ അർത്ഥം വെച്ചൂടെ? ആകാശം പൊളിഞ്ഞാടും അങ്ങനെ അർത്ഥം വെച്ചാൽ തിരിഞ്ഞില്ല. നിങ്ങളിവിടെ ഉണ്ടോ? അതാണ് വിഷയം. ആ ആളെ നൂറിനെ അള്ളാഹു പടച്ചപ്പോൾ തൻ്റെ നൂറിൽ ആനന്ദിക്കല്ല, അള്ളാഹുവിൻ്റെ ഹംദിൽ വീണു പോയത് കൊണ്ടാണ് ആ ആൾക്ക് അഹമ്മദ് എന്ന പേര് കിട്ടിയത്. അപ്പോൾ സൃഷ്ടിച്ചപ്പോൾ തന്നെ ളുലൂമാണ് ഇയാൾ.
അതിക്രമിയാണ്, അക്രമം ചെയ്തു സ്വന്തത്തോട്. എന്താ അർത്ഥം എന്ന് മാറ്റിച്ചാൽ ആരാ അങ്ങനത്തെ അർത്ഥം വെച്ചു? ഞാനാണിടെ അർത്ഥം വെച്ച്. എൻ്റെ പേര് റഹ്മത്തുള്ള എന്നാണ്. അതിൻ്റെ ബാപ്പ വെറുതെ വെച്ച പേരല്ല, കരുതി കൂട്ടി വെച്ചാണ്. പേര് വെക്കാൻ യോഗ്യമുള്ളവരൊക്കെ തന്നെയാണ് എനിക്ക് അങ്ങനെ റഹ്മത്തുള്ള എന്ന് പേര് വെച്ച്. ഞാനാണ് അങ്ങനെ അർത്ഥം പറഞ്ഞത്. എന്നിട്ട് ചിഹ്നം ശരിയാക്ക്. വഹമല അൽ-ഇൻസാൻ റസൂലുള്ളാഹിന്റെ പേരല്ല. റസൂലുള്ളാഹിക്ക് അങ്ങനെ പേരുണ്ടല്ലോ, അൽ-ഇൻസാൻ റസൂലുള്ളാഹിന്റെ പേരാണ്. വഹമലഹ ഇത് ഒരു മഖാമുൽ ഹംദിൽ വന്ന ആയത്താണ്. അല്ലാതെ ആകാശവും ഭൂമിയും ഏറ്റെടുക്കാത്തൊരു സാധനത്തെ ഏറ്റെടുക്കാൻ തയ്യാറായ ആളെ എന്തിനാ അള്ളാഹ് വിമർശിക്കുന്നത്? എന്നൊക്കെ അള്ളാഹു തആല കാണിച്ചു കൊടുത്തു. അവരാരും ആ ഏറ്റെടുത്തില്ല. അവിടെ ഏറ്റെടുത്തോണോ വിമർശിക്കുന്നത്? എന്തിനാ? ഏറ്റെടുക്കാത്തവരല്ലേ വിമർശിക്കണ്ടേ? വഹമലഹ അതിനെ ഏറ്റെടുത്തു. അൽ-ഇൻസാൻ ഏറ്റെടുത്തു. ഇന്നൗകാന ആ ആള് ആണ്, ആയിട്ടുണ്ട് നേരത്തെ. മിൻ ഖബൽ ലലൂമായിട്ടുണ്ട്. ലലൂമാണ്, സ്വന്തത്തോട് അതിക്രമം ചെയ്യാൻ ഏറ്റവും ത്രാണിയുള്ള ആളാണ്. ജഹൂലൻ, സ്വന്തം കാര്യത്തിനെ കുറിച്ച് ജഹൂലുമാണ്. തൻ്റെ ഭൗതിക നേട്ടങ്ങൾക്ക് ജഹൂലാണ് ആ മനുഷ്യൻ. സ്വന്തം നഫ്സിന്റെ താല്പര്യത്തിൽ ലലൂമാണ് ആ മനുഷ്യൻ. അതാണ് മുഹമ്മദ്. ആളാണ് ഏറ്റെടുത്ത്. എനക്കെന്താണ്? അത് അള്ളാന്റെ രഹസ്യമാണ് ആള്. അങ്ങനെ അർത്ഥം വെച്ചോക്കാം. ഒന്ന് ചൊറുക്കില് അതല്ലേ ശരിയായ അർത്ഥം. അള്ളാഹു കാണിച്ചു കൊടുത്തവരൊന്നും ഏറ്റെടുക്കാതെ പിന്നെ ഒരാളാണ് ഏറ്റെടുക്കുമ്പോഴത്തിന് ഓൻ പോക്കാണെന്ന് അറിയാൻ ഒരു പോക്കാന്നല്ല പറയണ്ട്. ഇങ്ങനെ പണ്ടത്തെ അർത്ഥം തെറ്റായിരുന്നു. തെറ്റ് ശരി എന്നുള്ളതൊക്കെ തിരിയാണെങ്കിൽ കുറച്ച് നേരം പോകും. ഇങ്ങനെയും അർത്ഥം വെക്കാം. ഇതാണ് കൃത്യമായ ഒരർത്ഥം. തിരിഞ്ഞോന് തിരിയാത്തവന് പണ്ടത്തെ അർത്ഥം തന്നെ വെച്ചോളി. ഇനി വെക്കരുതെന്ന് നമ്മുടെ ഭാഷയില്ല. ഞാൻ അർത്ഥം വെക്കണത് കേട്ടിട്ട് കണ്ട പള്ളിയിൽ വെള്ളിയാഴ്ച വേദന പോയി നമ്മൾ ഇത് അർത്ഥം വെക്കണ്ട. അന്തം കുറച്ച് പോയവരെ മുന്നിലേ ഈ അർത്ഥം പറയാൻ പറ്റുള്ളൂ. എനിക്കേതായാലും കുറഞ്ഞ ആളുകൾ അന്തമില്ലാത്തവരെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അർത്ഥം വെച്ചത്. പള്ളിയിലെ തല്ലുണ്ടാക്കാൻ നടക്കണ്ട. എന്തേ എങ്ങനെ അർത്ഥം വെച്ചാൽ അങ്ങനെ തന്നെയല്ലേ. സ്വന്തത്തിന് ലലൂമല്ലേ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? സ്വന്തത്തിന് ലലൂമാണെന്ന് ഉറപ്പല്ലേ? ഇയാള് കാര്യം നീര് കെട്ടി വീർത്തപ്പോഴും അള്ളാഹുവിൽ വീണ ഒരു മനുഷ്യനെ പോലെ സ്വന്തത്തോട് ലലൂമായാൽ വേറെ ആരാണ്? മക്കക്കാര് സുന്ദരിമാരായ പെണ്ണുങ്ങളും അധികാരം പണം മുഴുവനും കൈ നീട്ടിയപ്പോഴും അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞുപോയി സ്വന്തം ഭാര്യ മക്കളും വീട്ടിൽ കിടന്നുറങ്ങിയപ്പോൾ മലമുകളിലേക്ക് അള്ളാഹുവിന്റെ വെളിച്ചന്വേഷിച്ചു പോയ മനുഷ്യനേക്കാൾ ജഹൂലാര. ആ മനുഷ്യന് സ്വന്തം ലാഭത്തെക്കുറിച്ച് അറിയില്ല. ഒരിക്കൽ പോലും സ്വന്തം ലാഭത്തെക്കുറിച്ച് ആ ആൾ ശ്രദ്ധിച്ചിട്ടില്ല. എല്ലാ അമ്പിയാക്കൾക്കും സ്വന്തം നഫ്സ് അറിയുമ്പോൾ ആ മനുഷ്യൻ സ്വന്തം നഫ്സ് ഒന്നും അറിയില്ല. നഫ്സി, നിനക്കാളും ജഹൂലും ലലൂമുമായ ആളാരുടെ വേറെ? സയ്യിദുനാ ആദം മുതൽ സയ്യിദ് ഇബ്രാഹിം അടക്കം എല്ലാവരും നഫ്സി നഫ്സി, അവർക്ക് സ്വന്തം നഫ്സ് അറിയും. ഈ ആൾക്ക് സ്വന്തം നഫ്സിനെ പറ്റി അറിയില്ല. ഉമ്മത്തി ഉമ്മത്തി. ഇയാളെക്കാൾ വലിയ ജഹൂലാര്, ഇയാളെക്കാൾ വലിയ ലലൂമാര്. അതാണ് മുഹമ്മദ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ആ ആളുടെ ത്വാഅത്തിൽ അല്ലാഹുവിന് സന്തോഷം ഉണ്ടായത്. കുല്ലുഹും യത്ലബൂന റിളാഇ വഅന അത്ലബു റിളാക യാ മുഹമ്മദ്. എല്ലാവർക്കും എൻ്റെ സന്തോഷമാണ് ഇന്ന് ആവശ്യം. എനിക്ക് എൻ്റെ സന്തോഷമല്ല, താങ്കളുടെ സന്തോഷമാണ് ആവശ്യം. നിങ്ങൾ എന്താ പറഞ്ഞത്? ഞാൻ ചെയ്തു തരാം. നിങ്ങൾക്ക് തൃപ്തിയാകുന്നത് വരെ സമ്മാനം നിങ്ങൾ റബ്ബ് തരാൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്താണ് ജിബ്രീലിനോട് തിരിച്ചു പറഞ്ഞത്? ഞാൻ രക്ഷപ്പെടുത്തുമെന്ന് വിചാരിച്ച് എന്റെ പീഡ്
കൂടെ കൂടിയ ഒരാൾക്കെങ്കിലും ഒരു വിഷമമുണ്ടായാൽ പിന്നെ എനിക്ക് സന്തോഷമില്ല. ആ ആളെക്കാൾ വലുമാരാ? ഒരിക്കലും സ്വന്തത്തെ പറ്റി ചിന്തിച്ചിടാനല്ല. അൽ ഇൻസാൻ ഇയാളെ പേരല്ലേ? അൽ ഇൻസാൻ എന്നൊരാൾക്ക് ലോകത്ത് ഒരു മൊത്തത്തിൽ അൽ ഇൻസാൻ എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ പറയാവുന്ന അൽ ഇൻസാൻ മുഹമ്മദാണ്. അള്ളാഹുവിന്റെ കമാലിയത്ത് മുഹമ്മദാണ്. കമാലിയത്ത് അള്ളാഹു കൊടുത്തത് മുഹമ്മദിനാണ്. അൽ-യൗമ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ-യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി. നിഅമത്തിനെ ഞാൻ പൂർത്തിയാക്കി. പറയല്ലോ അമ്പിയാക്കളൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ നഫ്സിന്റെ ആളുകളാ. തിരിയുന്നോട് തന്നെ തിരിയുള്ളൂ. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ലേ? നിങ്ങളെല്ലാവരും ജിന്ദാബാദ് വിളിച്ചു പോകുമ്പോൾ എന്താ പറയുക, നിങ്ങൾ എൻ്റെ നേതാവ് മുന്നിൽ വരിയിലുണ്ട്, എൻ്റെ നേതാവ്. അപ്പൊ അഭിമാനം പറയാം, നേതാവ് പിടിവെക്ക തോക്കുമ്പോഴും ഞങ്ങൾ പൃഥ്വിയല്ല എന്ന് മുദ്രാവാക്യം വിളിക്കുക. നേതാവ് തോക്കി ഞങ്ങൾ പേടിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു ഭയങ്കര മുദ്രാവാക്യം. അപ്പൊ ബാക്കിൽ നിൽക്കണ ഇജ എന്ത് വിചാരിച്ച് ഇങ്ങനത്തെ ഒരു നേതാവിനെ കിട്ടിയത് എൻ്റെ ഭാഗ്യമാണ്. അവസാനം പോലീസിന് പറഞ്ഞ് എല്ലാരെയും പിടിച്ച് കണ്ടോരെ മുഴുവൻ ബൂട്ടിട്ട് ചവിട്ടാണ് എല്ലാവരും. ആ സമയത്ത് നേതാവ് പോലീസുകാരൻ കൈപ്പ് കൂപ്പി ഇനി എങ്ങനെയെങ്കിലും ഇവിടുന്ന് കഴിച്ചിലാക്കി തരണം എന്ന് പറഞ്ഞാൽ അതാണടാ ഒറിജിനൽ നേതാവ്. എല്ലാവർക്കും ബൂട്ടിട്ട ചവിട്ടുണ്ട് കിട്ടണ ദിവസം നഫ്സി നഫ്സി എന്ന് പറയുന്ന ആളെങ്ങനെയാ വലിയ നേതാവാകുക? അപ്പോഴും ഉമ്മത്തി ആളല്ലേ നേതാവ്? നമ്പ്യാക്കളെ നിസ്സാരപ്പെടുത്തി, ഞാൻ നിസ്സാരപ്പെടുത്തിക്കണ ഇതിനെ പണിയൊക്കെ എൻ്റെ വാപ്പാൻ്റെ അവിടെ നിന്ന് എനിക്ക് ചെലവ്. അങ്ങനെയാണ് നിങ്ങളെ കൈകളാ. കാമിലുണ്ടെങ്കിൽ നാക്കസ് ഉണ്ടാവുമല്ലോ, അതിന് നാക്കസിനെ നിസ്സാരപ്പെടുത്തലല്ലോ. പ്രധാനമന്ത്രി ഉണ്ടെങ്കിൽ ഉപപ്രധാനമന്ത്രി ഉണ്ടാവും, മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ അതിൻ്റെ താഴെ സഹമന്ത്രി ഉണ്ടാവും. അത് സഹമന്ത്രിയാക്കി പറഞ്ഞത് നിസ്സാരപ്പെടുത്തലല്ലോ. മുഖ്യമന്ത്രി തന്നെയാണ്. അള്ളാന്റെ കാമിലായ സൃഷ്ടി മുഹമ്മദാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ബാക്കിയൊക്കെ നാക്കസാണ്. ഈ ഭയാനകമായ ദിവസം, ഈ ജബാനിയാക്കളൊക്കെ മനുഷ്യന്മാരെ വളയണ ദിവസം, നഫ്സി നഫ്സി എന്ന് പറയുന്ന അമ്പിയാക്കന്മാർ അത്രേ ഉള്ളൂ. അവര് മാന്മാരല്ലേ? ആണ്, മാന്മാരെന്നെ. പക്ഷെ പോലീസ് പറയുമ്പോ വിശ്വസിക്കാൻ പറ്റൂല. അതുപോലെ കുറ്റല്ല, അവരത്രയും അള്ളാഹ് അവർക്ക് ദർജ കൊടുത്തിട്ടുള്ളൂ, കുറ്റല്ല. ആ സമയത്ത് ഒരാൾ എന്ത് പറയാണ്? ഉമ്മത്തി 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 ഉമ്മത്തി. ആ ആൾ വലൂമാണ്, സ്വന്തത്തോട് വലൂമാണ്. ഇന്ന ചെയ്യുന്നത് കഴിച്ചിലാക്കിക്കൊണ്ടാന്നല്ല പറയണത്. അപ്പൊ ആൾ വലൂമല്ലേ? ഇവിടെ എന്തൊക്കെ നടക്കാൻ പോണ്, സ്വന്തത്തിന് എന്തൊക്കെ ജഹൂലും അല്ലേ ഈ മനുഷ്യൻ? ആ ആളാണല്ലോ ഏറ്റെടുത്തത്. നീ ആ ആളെ പിൻപറ്റിക്കോ, നയ്യും രക്ഷപ്പെടും. മൻ അത്വഅനി ദഖലൽ ജന്ന. ഞാൻ ആരാ? ഞാൻ അത് ഏറ്റെടുത്ത ആളാ. മൻ അത്വഅനി ദഖലൽ ജന്ന വമൻ. അവൻ സ്നേഹിച്ച ആളെ കൂടെ ഇരിക്കും. വെറുതെ ആവൂല. എൻ്റെ നാട്ടിൽ കുമാരൻ എന്ന ആളുണ്ടായിരുന്നു. നബിദിനത്തിൻ്റെ അന്ന് അയാളൊരു ടൈലറായിരുന്നു. അന്ന് ആ മെഷീനൊക്കെ ഒന്ന് തോരണം തൂക്കും. വെറുതെ ആവൂല. എന്നെന്തേ? ഇത് ലോകഗുരുവായ മുഹമ്മദ് നബിയുടെ ജന്മദിനാണ്. അപ്പോൾ കുമാരൻ്റെ അയാൾക്കാകുള്ള പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അത് എന്താ പറയുക, ആ സിംഗർ മെഷീനാണ്. അതിനൊക്കെ എന്ത് ചെയ്യും? വർണ്ണക്കടലാസൊക്കെ ഒട്ടിച്ച് അതിന് വർണ്ണക്കടലാസ് ഒട്ടിക്കും. ആകെ കുമാരൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടി അതാണ്. ആകെ ആ സാധുവിന് പഴയ ആദംബാപ്പാൻ്റെ ഹിദായത്ത് കൊടുക്കാൻ എൻ്റെ കുടിക്കട സർട്ടിഫിക്കറ്റ് വിടണം അല്ലാഹു തആലാക്ക്. മരിക്കണ്ടേ ഹിദായത്ത് കൊടുക്കാൻ എൻ്റെ കുടിക്കട സർട്ടിഫിക്കറ്റ് വിടണം അല്ലാഹു തആലാക്ക്. മരിക്കണ ഒരു സെക്കൻഡ് തൊണ്ടയിൽ കെട്ടുന്നത് വരെ തൗബ സ്വീകരിക്കുന്നല്ലേ? അപ്പൊ അസ്രായീൽ അലൈഹിസ്സലാം പെരുവരിൽ കയറി ഇവിടെ എത്തിയാലും തൗബ സ്വീകരിക്കുന്നല്ലേ എൻ്റെ അർത്ഥം? തൊണ്ടയിൽ റൂഹ് തൊണ്ടയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തൗബ സ്വീകരിക്കൂല. ഒരാൾ നെഞ്ചിലെത്തിയപ്പോൾ അല്ലാഹു ഹിദായത്ത് കൊടുത്തു. പെരുവരിൽ കയറിയ പെരുവിരലിലേക്ക് കയറി അസ്രായീൽ അലൈഹിസ്സലാം. അപ്പോഴാണ് അങ്ങനെയായിരുന്നു. പിന്നെ അങ്ങനെ റൂഹിനെ പിടിച്ച് കയറ്റി ഇവിടെ എത്തിയപ്പോൾ അല്ലാഹു തആല എന്ത് തീരുമാനിച്ചു? സിംഗർ മെഷീനൊക്കെ തോരണം തൂക്കിയല്ലേ, വെറുതെ ആണ്ട ഹിദായത്ത് കൊടുക്കുക.
ഒരു സെക്കൻഡ് മതിയല്ലോ. എന്തൊക്കെ ഡൈമെൻഷൻ അള്ളാഹു തലാക്കുണ്ട്. 1 സെക്കൻഡ് അള്ളാഹു തലാക്ക് 1 സെക്കൻഡിനെ 100 കൊല്ലാക്കാൻ കഴിയും, 1000 കൊല്ലാക്കാനും കഴിയും. ഖബറിന്ന് എണീറ്റ് കഴിഞ്ഞാൽ ആദം നബിയുടെ കാലത്ത് മരിച്ചോലും എന്താ പറയുക, ആരാണ് ലബിസ്ന ബഅളൻ യൗമൻ. നമ്മളിപ്പോൾ ഒരു ദിവസമല്ലേ ഇവിടെ കഴിഞ്ഞുകൂടിയത്. അപ്പോൾ 10,000 25,000 കൊല്ലം അവർക്ക് എന്തേ തോന്നിയത് ഒരു ദിവസം. അങ്ങനെ ആക്കാനും ആർക്ക് കഴിയും? അള്ളാഹു തആലക്ക് കഴിയും. 10,000 കൊല്ലത്തിന് ഒരു ദിവസം ആക്കാനും കഴിയും, ഒരു ദിവസത്തെ 10,000 കൊല്ലം അങ്ങനെ ആക്കാനും കഴിയും. ഒക്കെ അള്ളാഹുക്കല്ലേ കഴിയുമല്ലോ. ഇവിടെ ഹിദായത്ത് പെടുന്ന ഒക്കെ കൊടുക്കാമല്ലോ. വെള്ളം കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് ആടി, ഇത്രയല്ലേ ഉള്ളൂ. നമ്മളിതൊന്നും തീരുമാനിക്കണ്ട. മുഹമ്മദ് മുസ്തഫ അല്ലാഹ് ആ ആളെ ഒരാൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വെറുതെ ആവില്ല. ചില പ്രഭാഷകരുണ്ടല്ലോ, ഇപ്പം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആത്മാർത്ഥമായി പ്രകാശനം നടത്തുന്ന ഒരാളുണ്ട്. നമ്മുടെ എന്താ പറയുക, അലക്സാണ്ടർ ജേക്കബ് സാറ്. നല്ല മനുഷ്യനാണ്, നല്ല മനുഷ്യൻ നിറഞ്ഞ നല്ല മനുഷ്യൻ. അദ്ദേഹം ക്രിസ്ത്യനല്ല. എനിക്ക് മനസ്സിലാവുന്നത് ആ ആഴം ഇലാഹിൻ്റെ തൗഫീഖാണ്. അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒരാൾക്ക് അല്ലാതെ അദ്ദേഹം പറയുന്ന വ്യാഖ്യാനം പറയാനേ കഴിയില്ല. അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരാളാണ്. എന്തുകൊണ്ട് അയാൾ നബിയെ ഇഷ്ടപ്പെട്ടു? അൽമറു മഅ മൻ അഹബ്ബ. നബിയുടെ വലതുഭാഗത്ത് അലക്സാണ്ടർ ജേക്കബ് ഉണ്ടായ അനക്കെന്താ ഇല്ല എന്ന് പറയാൻ ഇജ്ജാരടാ? എൻ്റെ സംഘടന ആരാ? എൻ്റെ സംഘടനയിലുള്ളവരൊക്കെ സ്വർഗത്തിൽ കിടക്കുന്നു. ഏത് വാപ്പയുടെ പറഞ്ഞത്? അൽമറു മഅ മൻ അഹബ്ബ. നിങ്ങൾ ഈ സംഘടനക്കാരെല്ലാം 20 കൊല്ലം ചെയ്തതിനേക്കാൾ വലിയ സേവനമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷയത്തിൽ അലക്സാണ്ടർ ജേക്കബ് സാർ ചെയ്തത്. അത് അദ്ദേഹം ഹൃദയത്തിൽ നിന്ന് പറയുകയാണ്. എങ്ങനെയൊക്കെ അദ്ദേഹത്തെ തെറ്റിക്കാൻ ചിലർ ശ്രമിച്ചു, പക്ഷെ അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടറിയ ആത്മാർത്ഥമായ വർത്താനാണത്. അത് ഹൃദയം നിറഞ്ഞ മറുപടിയാണ്. അത് ദൈവം തമ്പുരാൻ കൊടുക്കാത്തൊരു മറുപടിയല്ല. ദൈവം തമ്പുരാൻ അനുഗ്രഹിച്ച ഒരാൾക്കല്ലാതെ അലക്സാണ്ടർ ജേക്കബ് ആകാൻ കഴിയില്ല. എന്നിട്ട് ഇവരൊക്കെ നരകക്കൃത്ത് കൊടുത്ത് ഇജ്ജ എടുക്കാൻ പോണ്, ഇജ്ജ സ്വർഗത്തില്ലാതെ കാണുന്നു. ഏത് വാപ്പയെ പറഞ്ഞ്? മനുഷ്യൻ ചിന്തിക്കണം, മനുഷ്യൻ കുറച്ച് ചിന്തിക്കണം. ഈ കുടിസായ മനസ്സൊക്കെ ഒഴിവാക്കണം. ഒരു കാര്യം ഉറപ്പാ, മുഹമ്മദ് നബി ഒരാൾ സ്നേഹിച്ച വെറുതെ ആവില്ല. മുഹമ്മദ് നബിയെ സ്നേഹിച്ച ഒരാൾക്കല്ല, അതാരാണെങ്കിലും കഴിയില്ല. അത് കൈതപ്രതാപോധരൻ നമ്പൂതിരിയാണെങ്കിലും കഴിയില്ല, അത് അലക്സാണ്ടർ ജേക്കബ് കഴിയും. മുഹമ്മദ് നബി ഒരാൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നരകത്തിനാൾ തൊടാൻ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. മുഹമ്മദ് എന്നാൾ പടച്ചതമ്പുരാൻ്റെ ദൈവം തമ്പുരാൻ്റെ രഹസ്യ. അങ്ങനെ അല്ല, അതിനപ്പുറം ഒരു ന്യായം ലോകത്ത് നിന്ന് വരെയില്ല. അപ്പം അതാ പറഞ്ഞത്, നമ്മളത് നമുക്കിപ്പോൾ നബിയൊന്നും ആവശ്യമല്ല. നമുക്ക് സ്വർഗമാണ് ആവശ്യം. നമ്മളതിന് മറുപടി പറഞ്ഞാൽ മറുപടി പറയണോ നമ്മൾ വെട്ടിയാക്കും. അതിനൊക്കെ നടക്കണം എന്തിനാ? ഈ കഴിഞ്ഞ 10-20 കൊല്ലക്കാലം മുഹമ്മദ് മുസ്തഫ എന്ന ലോകം കണ്ട മഹാനെ യഥാർത്ഥത്തിൽ ജനകീയമായ സമൂഹത്തിൻ്റെ മുന്നിൽ എല്ലാവർക്കും ചിന്തിക്കാവുന്ന അളവിലേക്ക് വെച്ചുകൂടാൻ ഏതൊരു മുസ്ലിം പണ്ഡിതനും കഴിഞ്ഞതിൻ്റെ 100 ഇരട്ടിയാണ് ബഹുമാനപ്പെട്ട സംപൂജ്യനായ അലക്സാണ്ടർ ജേക്കബ് സാറിന് കഴിഞ്ഞിട്ടുള്ളത്. ആ ആൾ നാളെ തോൽക്കുമെന്ന് എനിക്കഭിപ്രായമില്ല. എന്തുകൊണ്ട്? അൽമർഉ മഅ മൻ അഹബ്ബ. അദ്ദേഹം പുസ്തകം വായിച്ച് പറയുകയാണെങ്കിൽ ഇതിനകം അദ്ദേഹം തോറ്റുപോയിരുന്നു. അദ്ദേഹം പുസ്തകം വായിക്കുന്നേ അല്ല, അദ്ദേഹത്തിൻ്റെ ഹൃദയമാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകം. അപ്പം ആ ഹൃദയത്തിലേക്ക് വെളിച്ചം വരികയാണ്. ആരുടെ വെളിച്ചം? പടച്ചതമ്പുരാൻ്റെ വെളിച്ചം. അല്ലാതെ മറുപടി കഴിയില്ല, ഒരിക്കലും കഴിയില്ല. അദ്ദേഹം ഒരു വാക്ക് പറയുന്ന മറുപടികളെ നമുക്ക് മനസ്സിലാക്കിയ പിന്നെ ആഴത്തിൽ അത് തന്നെയാണ് സംഭവം, കൃത്യമായി മനസ്സിലാവും. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ വിവാഹപ്രായത്തെ നിറവ് എന്ന പുസ്തകത്തെ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ എന്നോ കേരളത്തിൽ അലക്സാണ്ടർ ജേക്കബ് സാർ വിശദീകരിച്ചിട്ടുണ്ട്. എന്നോ മുസ്ലിം പണ്ഡിതന്മാർ 9 ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് തെളിവും അന്വേഷിച്ചു കൊണ്ടിരുന്നപ്പോൾ 9 വയസ്സ് 100% പടിഞ്ഞാറൻ ലോകം ചെയ്ത ഒരു ചതിയും വഞ്ചനയുമാണ് എന്ന് അലക്സാണ്ടർ ജേക്കബ് സാർ കേരളത്തിൽ സമർത്ഥിച്ചിട്ടുണ്ട്.
അത് യൂറോപ്പിൻ്റെ ചതിയാണ്. മുഹമ്മദ് നബിയുടെ നേർക്ക് യൂറോപ്യർക്കുണ്ടായ ഒരു ചതിയുടെ ഭാഗം മാത്രമാണ് ആയിഷ ബീവി ആയിഷക്ക് 9 വയസ്സാക്കിയത്. നമ്മളതിൽ പിന്നിൽ ഓടേണ്ടതിൽ അവാസ്തവം തെറ്റാണ്, അത് 100% തെറ്റാണ് എന്നാണ് എത്ര തെളിവാദ്യം ഉദ്ധരിച്ചത്. അത് പറഞ്ഞ മനസ്സിലായോ? അപ്പം ഈ മനുഷ്യൻ നിങ്ങൾ എന്തിനാ, എല്ലാ മനുഷ്യങ്ങളും ഓൻ്റെ പേരെന്താ നിങ്ങൾ നോക്കേണ്ട ആവശ്യമുണ്ടോ? അയാളോ ക്രിസ്ത്യാനിയാണ്, ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്താണ്? അൽമർഉ മഅ മൻ അഹബ്ബ, ഒരാൾ ആരെ പ്രേമിച്ചോ അയാളെ കൂടെ ഉണ്ടാവും. അതങ്ങനെയാണ്. അത് അവരൊക്കെ സ്നേഹിക്കൽ നമ്മുടെ കടമയാണ്. മാനായ സയ്യിദ് ഈസ അലൈഹിസ്സലാം, നീ ക്രിസ്ത്യാനികളെ ഏറ്റവും മാനെന്ന് വിചാരിക്കുന്ന സയ്യിദ് ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് ഒരു അപശബ്ദം ഒരാൾ പറഞ്ഞാൽ ഞാൻ വെറുതെ ഇരിക്കില്ല. എനിക്ക് അത്ര ഇഷ്ടമാണ് അവരെ. മനസ്സിലാണ്ട് പറഞ്ഞത് നമുക്കൊക്കെ. അപ്പം നമ്മൾ അവരെ കൂടി ഉണ്ടാവും. അവർ നമ്മളടക്കുന്ന എല്ലാവരും വലിയ നേതാവിൻ്റെ കൂടെ ഉണ്ടാവും. വെറുതെ ആവില്ല. അതൊക്കെ പറഞ്ഞാൽ മനസ്സിലായി. ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. നമ്മളിതൊന്നും നോക്കാതെ സ്വർഗത്തിലേക്ക് ഓടുക. സ്വർഗോ അകക്കാമ്പ് തിരിഞ്ഞവർക്ക് സ്വർഗം എന്താ? അകക്കാഴ്ച നൽകപ്പെട്ട ഒരാളും സ്വർഗത്തിന് കുതിക്കൂല. അവിടെ എന്തില്ലായിരുന്നുവെങ്കിൽ പുണ്യ റസൂലിൻ്റെ പ്രകാശത്തും കൊണ്ട് ആനന്ദവനം അനുഭവിക്കലില്ലായിരുന്നുവെങ്കിൽ സ്വർഗത്തിലേക്കൊന്നും എന്നോടെ പാർക്കണമെന്ന് ആരും ആഗ്രഹിക്കില്ല. എന്തിന്? മനുഷ്യന് കുറേ കാലം കഴിയുമ്പം നമ്മൾ വിചാരിക്കുമ്പോഴത്തേന് പൂളയും മരച്ചീനിയും എന്താ പറയുക ചേമ്പും ചേനയും ആടും മന്തിയും പോത്തും ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കാലം കഴിഞ്ഞാൽ തോന്നാലോ എന്നൊക്കെ ഇതൊക്കെ നട്ടുപിടിപ്പിച്ചുണ്ടാക്കുന്നിടത്തേക്ക് പോകുകയായിരുന്നു. ആട് അറിയുമ്പോൾ ആട്, മന്തി എന്നാണ് മന്തി, കോഴി എന്നാണ് കോഴി, നെല്ല് എന്നാണ് നെല്ല്, അരി എന്നാണ് അരി, ബസ്മതി അരി അപ്പോൾ ബസ്മതി അരി. ചിക്കൻ 65 മറ്റേ 105 ചില്ലി ചിക്കൻ, ഇതെല്ലാം നമ്മൾ പറയുമ്പോൾ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് മലക്കാളോടും പറയാലോ, എന്ത് നീ ഫാം എവിടെ കിട്ടാമെന്ന് ഞങ്ങൾക്കൊന്ന് കറി വെക്കാം ബുദ്ധിയായിട്ടാണ്. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ നിങ്ങളെ കറി വെക്കൽ നടക്കൂല, അതിന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. അപ്പം നമുക്ക് ഇറങ്ങാൻ കഴിയില്ല. എന്തുകൊണ്ട്? നമ്മൾക്ക് വലൗലൽതിദാദും ഫിൽ ജിനാനി ബിനൂരി. അല്ല, സ്വർഗത്തിൽ നിന്ന് ഭക്ഷണം കിട്ടിയ ഒരു കൂട്ടർക്ക് മടുപ്പ് തോന്നിയാലോ? എന്തല്ലേ? സ്വർഗത്തിൽ നിന്ന് മണ്ണും സെൽവയും ഭൂമിയിലേക്ക് ഇറക്കി കിട്ടിയവർ കുറെ കാലം കഴിഞ്ഞപ്പോൾ എന്തേ പറഞ്ഞത്? അവർ ഇതെന്നും എൻ്റെ ഒരു സ്വർഗഭക്ഷണം, ഞങ്ങൾക്ക് നയിച്ചുണ്ടാക്കി തിന്നാനും പൂതിയില്ലേ? എന്തിനാണെന്ന് പറഞ്ഞത്? വെറുതെ കിട്ടൽ കുറച്ചു കാലം രസം ഉണ്ടാവുള്ളൂ, പിന്നെ നയിച്ചുണ്ടാക്കി തിന്നലായിരിക്കും രസം. അന്നു പുഴുങ്ങി തിന്നാനുള്ള കാടപ്പക്ഷി വീട്ടിൽ കയറും. നേരം വെളുത്താലും കല്ലിന്റെ പുറത്തും ചെടികളുടെ ഇലകളുടെ പുറത്തും സ്വർഗത്തിലെ മഞ്ഞ് എന്ന അമൂല്യമായ കട്ടിത്തേനുണ്ട് ഇറങ്ങി വരും. ഇതെന്നും കുടിക്കാണ് വര്. അപ്പൊ ഇവർക്ക് എന്ത് തോന്നി? പൂളക്കൊമ്പൊന്ന് മുറിച്ചിട്ട് അതൊന്ന് മണ്ണ് കൂഞ്ഞാക്കിയിട്ട് അതിലൊന്ന് കുത്തിയിട്ട് പൂളുണ്ടാക്കിയിട്ട് അത് കുറച്ച് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് അതൊന്ന് തിന്നാനൊരു പൂരി ഉണ്ടായിരുന്നു. അതായത് ഇത് വെറുതെ കിട്ടി തിന്നാട് കൊയങ്ങി. എന്തേ സ്വർഗത്തിൽ പോയി അങ്ങനെ കൂടെ? പക്ഷെ അവിടുന്ന് പോകാൻ തോന്നൂല. എന്ത്? ഈ തീറ്റയൊന്നും പിന്നെ സ്വർഗത്തിന് എനിക്ക് ആവശ്യമില്ല. എനിക്ക് നിറഞ്ഞു, കുടിച്ചപ്പോൾ ദാഹഞ്ഞ് തീരല്ല, പിന്നെ വെള്ളത്തിന് ആവശ്യമല്ല, വിശപ്പില്ല, ഒന്നാണ്ട് ഉറങ്ങി, അതിന് ഉറങ്ങാനുമില്ല. തിന്നലെ നല്ലോണം നമ്മൾ 65 ഒക്കെ കൂട്ടി പെരും അടിയടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും എന്താ തോന്നുക? ഞാൻ അടുത്തൊരു നേരത്തെ ഒരു അടി അടിക്കണമെങ്കിൽ ഇതൊന്ന് എന്താക്കണം, എൻ്റെ ഡൈജഷൻ ഇറക്കണ്ടേ, ഒന്ന് ദഹിക്കണ്ടേ. അപ്പൊ എല്ലാവരും എന്താ ഉറങ്ങി.
നേരത്തെ 50 മണിക്കൂർ കണ്ട് ഉറങ്ങി മാട്ടുമക്കളോ പോയി വിസർജിച്ച്. അപ്പൊ ഇനി എന്താവും? ഇനി എന്താണ് 65 കൊള്ളുന്നില്ല, ഒരു ബോണ്ടി ചായം കിട്ടിയാൽ മതിയായിരുന്നു. എന്തായി? വിശന്നു. അതിനത് നടക്കൂല. സ്വർഗത്തിൽ നിങ്ങൾ തിന്ന് കുടിച്ച് നടക്കാൻ നല്ലത്, ഉറക്കണ്ടാവൂല. കൊയങ്ങി വിസർജനം അവിടെ പറ്റൂല. അപ്പൊ നിങ്ങൾ ഈ കളിയൊന്നും അവിടെ നടക്കൂല. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായോ? വേസ്റ്റ് എങ്ങനെ പോകുക, അതൊക്കെ വേറെ വഴിയുണ്ട്, അതൊക്കെ വേറെ കാര്യം. പക്ഷെ അതൊക്കെ മനുഷ്യനെ സംബന്ധിച്ചിടത്ത് ഒരു ഘട്ടത്തിലുള്ളൂ. പക്ഷെ വേറൊന്നുണ്ട് അവിടെ. ഇവിടെ സിദ്ദീഖിന്റെ അനുഭവം നിനക്ക് അവിടെ ഉണ്ടാവും. അന്നദുറു ഇലാ വജ്ഹിക യാ റസൂലല്ലാഹ്, നിങ്ങളെ മുഖത്തേക്ക് നോക്കിയിരുമ്പോൾ ഓരോ ലഹളയിലും ഓരോ നിമിഷത്തിലും കഴിഞ്ഞ നിമിഷത്തിലില്ലാത്ത ഒരു ആത്മീയ അനുഭവം ഈ നിമിഷത്തിലുണ്ടായി. ഇതിനേക്കാൾ വലിയത് പിന്നുണ്ടായി. അതിന് ലാ നിഹായത ലഹ, ആ അനുഭവങ്ങൾക്ക് അവസാനവും ഇല്ല. അപ്പോൾ സ്വർഗത്തെ വിട്ടുപോകാൻ നിനക്ക് കഴിയില്ല. തീറ്റക്ക് എനിക്ക് ആവശ്യമല്ല, കുടിക്ക ആവശ്യമല്ല. വീണ്ടും ദാഹമുണ്ടാകുന്ന വെള്ളവും പിന്നെ ദാഹമില്ലാത്ത വെള്ളവും നോക്കിയാൽ ദാഹം ഉണ്ടാവുന്ന വെള്ളമല്ലേ നല്ല. ഞാൻ ലോജിക്ക പറഞ്ഞ്, ഒരു വെള്ളം കുടിച്ചാൽ പിന്നെ ദാഹം ഉണ്ടാവില്ല. ഈ വെള്ളം കുടിക്കണ സമയത്തൊരു രസമുണ്ട്. എന്താണ്? ദാഹമുണ്ട് എന്നതാണ് അതിൻ്റെ രസം. ഈ കബറിന്ന് പാഞ്ഞു വരുമ്പോൾ എനിക്ക് ഔദുൽ കൗതറിൽ വെള്ളം കിട്ടും. അതൊരു രസമാണ്. എന്തുകൊണ്ട്? നിനക്ക് ദാഹമുണ്ട്. പിന്നെ നിനക്ക് ദാഹമില്ല, പിന്നെ വെള്ളം നിനക്കൊരു കൗതുക. പോട്ടെടുക്ക. ഈ മൊബൈൽ ക്യാമറ ഒക്കെ നമുക്ക് മാഷറി കിട്ടുകയാണെങ്കിൽ ഔദുൽ കൗതറിലേക്ക് നമുക്ക് സെൽഫി എടുക്കാം. കാരണം പിന്നെ ഈ വെള്ളം കൊണ്ട് നിനക്ക് വലിയ വിശപ്പില്ല. പിന്നെ എനിക്കെന്താ പണി? നിനക്ക് വിശപ്പില്ല. പിന്നെ എനിക്കെന്താ പണി? നിനക്കൊരു ദാഹം തീരൂല. മുഹമ്മദിയത്ത് അവിടെ നിനക്ക് ദാഹം തീരൂല. ഔദുൽ കൗസർ ആ കയ്യിൽ നിന്ന് കിട്ടിയ കോപ്പ കൊണ്ട് നിനക്ക് ദാഹം തരും, പക്ഷെ കയ്യിന്റെ ദാഹം നിനക്ക് തീരൂല. ദാഹം തരും, പക്ഷെ കയ്യിന്റെ ദാഹം നിനക്ക് തീരൂല. കോപ്പയിലെ വെള്ളം കൊണ്ട് ആ കോപ്പ തന്ന കയ്യിനാണടാ വില, കോപ്പക്കല്ല. ആ കോപ്പ ഒരു വട്ടം കുടിച്ചാ പിന്നെ ദാഹമില്ല. പക്ഷെ ആ കയ്യിന്റെ ദാഹം എടുത്ത് നീ അവിടെ തുടങ്ങും. സിദ്ദീഖോ, ഇന്നകും സതറാ അഹ്ല ദറജാതിൽ ഉലാ കമാ തറൗനൽ കൗകബൽ ദുല്യ ഫിസ്സമാ. അവിടെ എത്തുമ്പോൾ ഉന്നതരെ നിങ്ങൾ ഇങ്ങനെ നോക്കേണ്ടി വരും. ഏതാണ് ഈ ഉന്നതർ? അവരേതാ? അവർ മുഹമ്മദിയത്തിൽ ലയിച്ചു പോയവരാ. അവരെ പിന്നെ ഇവിടെ ലയിച്ചിട്ടുണ്ട് അവർ മുഹമ്മദിയത്തിൽ. അവിടെ അവരെ നിനക്ക് അങ്ങനെ നോക്കേണ്ടി വരും. അവിടെ വലിയൊരു നക്ഷത്ര ബംഗ്ലാവ് കാണും പ്രകാശവർഷങ്ങൾക്ക് ദൂരെ. അപ്പോൾ മലക്കുകളോട് ചോദിക്കും, അതൊന്ന് കണ്ടല്ലോ, അത് ഷെയ്ഖ് അബുൽ ഹസൻ്റെതാണ്, ഷാദുലി. റബീഉൽ അവ്വൽ 12 ഷാദുലിയുടെ വീട്ടിൽ മൗലിദുണ്ടോ? വരാത്തൊരു ഒരു ഒരു മുരീദ് പിറ്റേ ദിവസം വന്നപ്പോൾ ഇമാം ഷാദുലി ദേഷ്യപ്പെട്ടു. എന്തേ വരാഞ്ഞു? റസൂൽ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? കൂട്ടത്തിൽ കൂടിക്കൂടായിരുന്നു. അബുൽ ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, നാവ് വലിച്ചെറിയടാ. അബുൽ ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ട് എന്തിനാണ് നാവ്? അബുൽ ഷാദുലി, എൻ്റെ കരളിൻ്റെ കഷ്ണമായ അബുൽ ഹസൻ ഷാദുലി. ഞാൻ തിജാനി ത്വരീഖത്തുകാരനാണ്. ഒക്കെ എൻ്റെ വാപ്പാൻ്റെ അനുജന്മാരാണ്. അതൊക്കെ അത്രയും വലിയ ആളുകളാണ്. അബുൽ ഹസൻ പറഞ്ഞതാണ്, എന്ത് പിറ്റേ ദിവസം മുരീദ് വന്നപ്പോൾ എന്തേ ഇന്നലെ വരാതിരുന്നത്? ഇന്ന് വന്നിട്ട് എന്താ കാര്യം? എത്ര നേരം അവിടെ നിന്ന് നബി കാത്തുന്നത്? അങ്ങനെയുണ്ട്. എൻ്റെ മുരീദന്മാരൊക്കെ വന്നു. നിങ്ങളെയൊക്കെ നേരിട്ട് കാണാൻ വേണ്ടി റസൂലുള്ള വന്നതാ. ഇശു വന്നില്ല. ഇന്നിപ്പോൾ നീ വന്ന് കയറി വന്നിട്ട് എന്താ കാര്യം? ആര് പറഞ്ഞു? അബുൽ ഹസൻ ഷാദുലി. അവരെ രസം റസൂലുള്ളാഹിയാണ്. അവരൊക്കെ നക്ഷത്ര ബംഗാവുകൾ അങ്ങനെ അങ്ങനെ ഒക്കെ അതിൻ്റെ അപ്പുറത്ത് എൻ്റെ കരളിൻ്റെ കഷ്ണമായ അബുൽ അബ്ബാസ് അഹമ്മദ് ബിൻ മുഹമ്മദ് തിജാനി അവരെ ബംഗ്ലാവുണ്ട്. അവരൊക്കെ എങ്ങനെ നോക്കേണ്ടി വരും? അവരൊക്കെ ലയിച്ചതാണ് എന്തിൽ? മുഹമ്മദിയത്തിൽ. നമ്മൾ തൗഫീഖ് കൊണ്ട് അവിടെ എത്തിയാൽ അവിടുന്ന് തുടങ്ങണം.
അപ്പൊ അവരെവിടെ? അവരും നമ്മളും തമ്മിൽ എന്നൊരകലുണ്ടോ? നമുക്ക് വേണമെങ്കിൽ നമുക്ക് മനസ്സിലായില്ലേ, മൂത്തയുടെ ഊട്ടിയാകുക എന്ന് പറഞ്ഞാൽ അതൊരു സന്തോഷമാണ്. ഊട്ടി പോകുക എന്ന് പറഞ്ഞത് 2 ദിവസം വിശ്രമിച്ച് പോരണം. ഓരോ ദിവസത്തിനും 4000-5000 ഉറുപ്പിക റൂം റെന്റ് കൊടുക്കണം. പിന്നെ ഇഷ്ടം പോലെ വണ്ടിക്ക് എണ്ണടിക്കണം. ഒക്കെ ഉണ്ടായിട്ട് പോയി പോരുക. അതാണ് മൂത്തയുടെ ഊട്ടി തമ്മിൽ വ്യത്യാസം. എന്നതുപോലെ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജിലാനിൻ്റെ ബംഗ്ലാവിൻ്റെ ആരാമത്തിൽ നിനക്ക് പോയി വരാം, ഇടക്കിടക്ക് സന്ദർശകനാകാം. അവിടെ പാർക്കാൻ പറ്റൂല. അവിടെ വൈകുന്നേരമായാൽ ആളുകളെ പുറത്താക്കും. മെഡിക്കൽ കോളേജിൻ്റെ ഉള്ളിൽ നിന്ന് ആളുകളെ പുറത്താക്കണ വെച്ച് കണ്ടിട്ടില്ലേ? പോയി 8 മണി കഴിഞ്ഞ് പുറത്തു പോകും. മൊഹീദ്ദീൻ ഷേഖിൻ്റെ ബംഗ്ലാവെന്ന് മുഹമ്മദിയത്തിൽ ദുനിയാവിൽ ലയിക്കാത്തവരെയൊക്കെ വൈകുന്നേരമായ പുറത്താക്കും. കുറച്ചാളുകൾ അവിടെ കുത്തിരിക്കും. എന്ത്? ലയിച്ചോരാ നമ്മളൊക്കെ പുറത്താക്കും. കാരണം നമ്മള് സ്വർഗത്തിലാണ് ലയിച്ചത്, മുഹമ്മദിയത്തിൽ ലയിച്ചിട്ടില്ല. അവർ സ്വർഗത്തിൽ ലയിച്ചിട്ടേ ഇല്ല, അവർ മുഹമ്മദിയത്തിലാണ് ലയിച്ചത്. അവര് സ്വർഗത്തിന് ഒരിക്കലല്ല. നബിയുടെ പ്രകാശത്തിന്റെ ആനന്ദം അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ. മനസ്സിലായോ? ആ ആനന്ദാണ് അബൂബക്കർ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലേതാ? അന്നളുറു ഇലാ വജ്ഹിക യാ റസൂലല്ലാഹ്, ആ മുഖത്തേക്ക് നോക്കന്നെ. അപ്പോൾ ഉള്ളിലെ കണ്ണ് തുറന്നതാ. ആ കണ്ണിങ്ങനെ ഓരോ സെക്കൻഡിലും കോടിക്കണക്കിന് ആത്മീയ വിവരങ്ങൾ ശേഖരിക്കുക റസൂലുള്ളാഹി. അതുകൊണ്ടാണ് എല്ലാവരും എന്ത് ചെയ്തു? ദേഷ്യപ്പെട്ട് കരഞ്ഞ ദിവസം സിദ്ദീഖുൽ അക്ബർ ധീരനായി നിലകൊണ്ടു. മൻ കാന യഅബ്ദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്. മുഹമ്മദിനെ ആരാധിച്ചവർ ഇതൊക്കെ കിടക്കണ്, മരിച്ചുപോയി. എന്തേ സിദ്ദീഖിനത് തോന്നാഞ്ഞു? സിദ്ദീഖിനെ അറിയാം ഇയാൾ മരിക്കൂല, ആ വിവരം കിട്ടണം. അതുകൊണ്ടാണ് ഉവൈസ് വരാൻ സിദ്ദീഖ് മരിക്കുന്നവരെ കാത്തുന്നത്. സിദ്ദീഖിനോട് ഈ ബള പറയാൻ പറ്റൂല. ഉമർ ഇബ്നു ഖത്താബിനോട് പറഞ്ഞു മാ റഅയ്തു റസൂലല്ലാഹ്, അത് അബൂബക്കറിനോട് പറയാൻ പറ്റൂല. മുഹമ്മദ് റസൂലിനെ കണ്ടിട്ടുണ്ടാര്? സിദ്ദീഖ് കണ്ടിട്ടുണ്ട്. നിങ്ങളൊക്കെ യതീമ അബീ ത്വാലിബിൻ റഅയ്തും യതീമ അബീ ത്വാലിബിൻ, നിങ്ങൾ അബൂ ത്വാലിബിനെ യതീമിനെ കണ്ടവരാണ്, നിങ്ങൾ റസൂലിനെ കണ്ടിട്ടില്ല. അത് ഉമറിനോട് പറയാ, സിദ്ദീഖിനോട് പറയാൻ പറ്റില്ല. സിദ്ദീഖ് ആ മുഖത്തിലയിച്ചാളാ. പിന്നീട് സിദ്ദീഖീങ്ങളും മിനൻ നബിയ്യീന വസിദ്ദീഖീൻ വശുഹദാ കൈത്ത് പോയവരാ. എന്നിട്ട് ഓലെ മൂന്നാമത്തേക്ക് തട്ടി. എന്തേ? കൈത്ത് പോകാൻ ഒരു നിമിഷം മതി, സിദ്ദീഖാകാൻ ഒരു നിമിഷം പോരാ. ആയുസ് മുഴുവൻ മുഹമ്മദിയത്തിൽ ലയിച്ചാലേ സിദ്ദീഖാവുള്ളൂ. നേര് മാത്രം പറഞ്ഞൊരു അവറാൻകുട്ടി സിദ്ദീഖാവും. നമ്മളെ നാട്ടിൽ അവറാൻകുട്ടി ഉണ്ട് വെക്കുക. ഓൻ ഈ കാലം വരെ ഒരാളോടും നോണ്ണനറിയില്ല, ഓൻ സിദ്ദീഖാവും. സിദ്ദീഖാണെങ്കിൽ അവൻ എന്തിൽ ലയിക്കണം? മുഹമ്മദിയത്തിൽ ലയിക്കണം. അവൻ്റെ നേതാവ് സിദ്ദീഖുൽ അക്ബറാണ്. അവൻ അവിടുന്ന് തുടങ്ങാണ്. അവൻ സിദ്ദീഖിയാണ്. അവൻ ഉമരിയല്ല. ഉമര് മഹാനല്ലേ? മഹാനാണ്. അതിൻ്റെ അപ്പുറത്തെ സിദ്ദീഖിൻ്റെ അപ്പുറത്ത് ഇനി അമ്പിയാക്കളേ ഉള്ളൂ. എന്താ സിദ്ദീഖിൻ്റെ പ്രത്യേകത? സിദ്ദീഖ് ലയിച്ചോയതാ അള്ളാഹുലും റസൂലിലും. ഇന്നലെ ഒരു ഹദീസ് ഓതിയില്ലേ, മാസബക്കും അബൂബക്കറിൻ ബിസൗമിൻ വലാ ബിസ്വലാത്തിൻ, നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടുമല്ല സിദ്ദീഖ് മുൻകടന്നിട്ടുള്ളത്. പിന്നെ ഉള്ളിലൊരു സാധനമുണ്ട്, അള്ളാഹു റസൂലും ലയിച്ചത്. അതിൻ്റെ അപ്പുറത്തേക്ക് കയറാൻ ഇനി ഒരാൾക്ക് കഴിയില്ല. ഒക്കെ സിദ്ദീഖിൻ്റെ ബാക്കില. മനസ്സിലായില്ലേ? ഇതിന് ഇനിയും വ്യാഖ്യാനുണ്ട്, അതടുത്ത ക്ലാസ് പറയാം. ഇത്തരം ക്ലാസ്സുകൾ കിട്ടാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഇത് താലക്ക് ഭയങ്കര പണിയാണ്. തളർന്നു പോകും. ക്ലാസ് ബോധ്യമാകുമ്പോൾ തന്നെ തളർന്നു പോകും. നല്ല ആരോഗ്യത്തിലേ ക്ലാസ് എടുക്കാൻ കഴിയുള്ളൂ. കാരണം എന്താണ് പറയേണ്ടതെന്ന് എനിക്കെന്നെ അറിയില്ല. അത് അള്ളാഹിൻ്റെ ഹബീബില്ലേ, ഞാൻ മാന്തിയാണ്. അപ്പോൾ എവിടുന്നെങ്കിലും സുഖാനെ കിട്ടിയാലോ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. ഞങ്ങൾ വളരെ ചിന്തിക്കണം. അലക്സാണ്ടർ ജേക്കബ് സാറിന് കിട്ടിയ വെളിച്ചം പോലും നമ്മൾ കിട്ടിയില്ല. നമ്മൾ സ്വർഗത്തിലേക്ക് പോകുക. ആ മനുഷ്യനോ മുഹമ്മദിയത്തിനെ ആരാക്രമിച്ചാലും പ്രതിരോധിക്കുക. ചിന്തിക്കുക.
നമ്മൾ കടലാസിൽ ഹറാമോ ഹലാലും ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നവരെ നമ്മൾ പുറത്താക്കും. അവരങ്ങനെയല്ല. അവർക്ക് നമ്മളെ കടലാസൊന്നും ഒതുങ്ങൂല, അതിൻ്റെ അപ്പുറത്താണ് അവരുള്ളത്. ഉദാഹരണം പറഞ്ഞത് ചിന്തിക്കണം. അള്ളാഹുവിൻ്റെ വെളിച്ചം കിട്ടാത്ത ഒരാൾക്ക് നബിയെ പ്രതിരോധിക്കാൻ കഴിയില്ല. അവർ നമ്മളെ സ്വന്തമല്ല. അവരൊരു പള്ളിക്കാട്ടിൻ്റെയും മാലിന്യം സ്വന്തമല്ല. അവർ പടച്ചോൻ്റെ സ്വന്തമാണ്. അവരെ എന്ത് ചെയ്യണമെന്ന് പടച്ചോനാ തീരുമാനിക്കുക. അവർ നമ്മളെ പ്രോപ്പർട്ടി തന്നെയല്ല. അവർ നമ്മളെ സംഘത്തിലുമില്ല. അവരെ സംഘത്തിൽ നമുക്ക് കൂടേണ്ടി വരും. ഇജ് കാണുമ്പോൾ അയാൾ ക്രിസ്ത്യാനിയായിരിക്കും, അയാൾ ജൂതനായിരിക്കും, അയാൾ എന്തിന്. മുഹമ്മദ് മുസ്തഫനെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ആക്ഷേപിക്കാത്ത ജൂതന്മാരുണ്ടല്ലോ. സയനിസ്റ്റുകൾ ചായ കൊടുത്താൽ കുടിക്കാത്ത ജൂതന്മാരുണ്ട്. എന്തേ? അവർ മുഹമ്മദിയത്തിനെ ശത്രുവായി കാണുന്നു എന്നതുകൊണ്ട് അവർ വരെ പങ്കുവെക്കൂല. സാദിഖുകളായ മുസ്ലിമീങ്ങൾ കൊന്നതുകൊണ്ട് ഇസ്രായേലിൽ താമസിക്കാത്ത ജൂതന്മാരുണ്ട്. ഒരു വസ്തുതയായി പറഞ്ഞ അവർ ഇസ്രായേൽ താമസിക്കൂല, എതിർക്കുന്നുണ്ട്. അവർ മുസ്ലിം നിങ്ങളുടെ സ്നേഹിതന്മാരാണ്. മുഹമ്മദ് നബിയുടെ അനുയായികളെ ആക്ഷേപിക്കരുത് എന്ന വാദക്കാരാണ്. അവർ ജൂതന്മാർ തന്നെയാണ്. പക്ഷെ മുഹമ്മദ് യാക്കളുടെ വലിയ സ്നേഹിതന്മാരാണ്. അവർ സയനിസ്റ്റുകളല്ല. ഇസ്രായേലിൻ്റെ ഒരു ആനുകൂല്യം അവർ വാങ്ങൂല. ഇസ്രായേൽ പാനും തേലും കൊടുക്കുകയാണ് ഇസ്രായേൽ സർക്കാർ ജൂതന്മാർക്ക്, സയനിസ്റ്റുകൾക്ക്. എന്നാൽ ഇവർ ആ നാട്ടിൽ വരെ പാർക്കൂല. ജോർദാനിലോ ലബനാനിലോ ഒക്കെ പോയി പാർക്കും. എന്നിട്ടോ മുസ്ലിങ്ങളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ജീവിക്കും. ജൂതന്മാര് അവരൊക്കെ എവിടെ എത്തിക്കണം നിനക്ക് ഈ അല്ല തീരുമാനിക്കുന്നത്. ആരാണ്? അത് റബ്ബാണ് തീരുമാനിക്കുന്നത്. റബ്ബിന്റെ ആളുകളാണ് അവർ. അതെന്ത് പിന്നെ അങ്ങനെയാണല്ലോ. അങ്ങനെ കൂട്ടർ ലോകത്ത് വേണ്ട. അങ്ങനെ വേണം. എല്ലാത്തിനും ഒരു കൂട്ടത്തിൽ പെടുത്തണ്ട. എല്ലാ BJP പള്ളി പുളിയാനല്ല. അത് തെറ്റായിപ്പോയി എന്ന് പറയുന്ന ആളുകളുണ്ട്, ഹിന്ദുക്കളുണ്ട്. ഈ അടുത്ത ദിവസം എന്താ പറയുക, 1992 ഒരു താൻ എഴുതിയ ഒരു കവിതയ്ക്ക് ഒരു വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട് കൈതപ്രതാപൻ നമ്പൂതിരി. എന്താ വരി ഞാൻ അന്ന് വായിച്ചു, അന്ന് ആ വരി പഠിച്ചിരുന്നു. അലയും കാറ്റിന് ഹൃദയം അരയാൽ കൊമ്പിൽ തേങ്ങി എന്ന് തുടങ്ങുന്ന ഒരു പാട്ട്. രാമായണം കേൾക്കാതെയായി പൊന്മൈനകൾ മിണ്ടാതെയായി എന്ന കവിതയുടെ പശ്ചാത്തലം എന്താണ് എന്ന് പിന്നെ ഒരു സ്ത്രീ, ഒരു സിനി ആർട്ടിസ്റ്റ്, മറ്റോ ഏതൊരു സ്ത്രീ ചോദിക്കാണ്, ഒരു ചാനൽ ചർച്ച ചോദിക്കാണ് കൈതപ്രത്തിനോട്. അപ്പോൾ പറഞ്ഞു, അന്നാണ് ബാബരി മസ്ജിദ് പൊളിച്ചത്. ആ വാർത്ത പുറത്ത് വന്നപ്പോൾ മനസ്സിന് ദുഃഖം തോന്നി. രാമൻ പോലും സഹിക്കാത്ത കർമ്മമാണിത്. അപ്പോഴാണ് രാമായണം കേൾക്കാതെയായി പൊന്മൈനകൾ മിണ്ടാതെയായി എന്ന കവിത ഞാൻ 92 എഴുതിയത്. ഈ മനുഷ്യന്മാർക്ക് നിങ്ങൾ എന്താ പറയുക? അവർക്ക് സഹിക്കാൻ കഴിയില്ല. ഈ മനുഷ്യന്മാരെ പറ്റി നിങ്ങൾ എന്താ പറയുക? ആ മനുഷ്യന്മാരെ നിന്റെ വ്യാഖ്യാനത്തിൽ ഒതുങ്ങോ? ആ മനുഷ്യന്മാരെ പഠിച്ചവൻ വെറുതെ ആക്കും നിനക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അങ്ങനത്തെ പഠിച്ചവനെ അറിയില്ല. സിനിമക്ക് എഴുതിയ പാട്ടാന്ന് തോന്നുന്നു. എന്താണ്? വാത്സല്യം. ഏതായാലും ആ വരി കുറച്ച് വരി അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അലയും കാറ്റിന് ഹൃദയം അരയാൽ കൊമ്പിൽ തേങ്ങി എന്ന് തുടങ്ങുന്ന ഒരു പാട്ട്. എന്നിട്ട് അതിൽ രാമായണം കേൾക്കാതെയായി പൊന്മൈനകൾ മിണ്ടാതെയായി എന്നത് അതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഈ ഫിലിമിന് എഴുതിയ ഒരു പാട്ടാണ്. എൻ്റെ പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ബാബരി മസ്ജിദ് പൊളിച്ച വാർത്ത പുറത്ത് തന്ന ദിവസം എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല, എനിക്ക് മിണ്ടാനും കഴിഞ്ഞില്ല. കാരണം അത് രാമൻ പോലും സഹിക്കാത്ത ക്രൂരതയാണ്. രാമൻ്റെ പേരിൽ ചെയ്തത് എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ എഴുതി വെച്ചാണ്. ഒരുപക്ഷെ ഈ 10-30 കൊല്ലത്തിനിടയിൽ മലയാളത്തിലെ ജീവനുള്ള കവിത വരികളിൽപ്പെട്ട വരികളാണൊക്കെ. മനസ്സിലായില്ലേ? എല്ലാവരും നിങ്ങൾ എന്തിനാ ഒരു ചരടിൽ കോർക്കണത്?
അവരൊക്കെ എല്ലാവരെയും ശത്രുവാക്കി തള്ളുകയാണ് ഇപ്പോൾ ആര് ചെയ്യുന്നത്? തീവ്രവാദികൾ ചെയ്യുന്നത്. ആ തീവ്രവാദികൾ അതിൽ വിജയിക്കാൻ സാധ്യതയുണ്ട്. മുസ്ലിം കേരളത്തിൻ്റെ ഭാവി ടെററിസമായിരിക്കുമെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. മുസ്ലിങ്ങൾ ചതിയിൽ ചാടും. മതസംഘടനകളും മുസ്ലിം രാഷ്ട്രീയ സംഘടനകളും മുസ്ലിങ്ങളെ ചതിയിൽ ചാടിക്കും. നിങ്ങൾ എഴുതി വെച്ചോളൂ, എൻ്റെ പേര് റഹ്മത്തുള്ള കാസിമി, ഞാൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നു. ഇന്ന് 2025 മെയ് 24 അല്ലേ? 2025 മെയ് 24 റഹ്മത്തുള്ള കാസിമി രാവിലെ 9 മണിക്ക് പറഞ്ഞിട്ടുണ്ട്. എന്ത്? മുസ്ലിം രാഷ്ട്രീയക്കാരും മുസ്ലിം മതസംഘടനകളും കേരളത്തിലെ മുസ്ലിമീങ്ങളെ ചതിയിൽ ചാടിക്കും. അവിടേക്ക് ഓടുകയാണ്. അതിനെന്ത് പറഞ്ഞാലും ഞാൻ അംഗീകരിക്കാൻ കഴിയില്ല, അംഗീകരിക്കൂല അവർ. അത് അച്ചാടിച്ചിരിക്കും. കേരളത്തിലെ മൊത്തം മുസ്ലിമീങ്ങളെയും തീവ്രവാദികളും ഭീകരവാദികളും ആക്കുന്നതിൽ മുസ്ലിം രാഷ്ട്രീയത്തിനും മുസ്ലിം മതസംഘടന എല്ലാ മതസംഘടനകൾക്കും വലിയ പങ്കാണുള്ള പോകുന്നത്. അങ്ങോട്ട് ഓടുകയാണ്. എതിര് പറയാൻ ഒരാളില്ല. എല്ലാത്തിനും ഉരുളക്കുപ്പേരി മറുപടി വരെയല്ല. മനസ്സ് വായിച്ച് ആ മനസ്സിനെ സമൂഹത്തോട് പറഞ്ഞപ്പോഴാണ് ഈ രൗദ്രമായ ഭാവങ്ങളെ കളയാൻ ബാഫഖ്തങ്ങൾക്ക് കഴിഞ്ഞത്. എന്തേ അന്ന് മറുപടി പറയാൻ കഴിയും? മറുപടിക്കല്ല, മനസ്സിനെയാണ്. മനസ്സിനെ വായിക്കുന്നതിലാണ് ബാഫക്ക് വിജയിച്ചത്. ഇന്ന് നിങ്ങൾ വിജയിക്കുന്നത് മറുപടി പറയുന്നതിലാണ്. നിങ്ങൾ വിഡ്ഢിയാണടാ. നിങ്ങൾ ഈ ഉരുളക്കുപ്പേര് BJPക്കും RSSനും ക്രിസംഗി ഉസംഗി എന്നൊക്കെ പറഞ്ഞു നടക്കുന്നവരുണ്ടല്ലോ. അവർക്ക് മറുപടി പറയുന്ന നിങ്ങൾ ഈ ചരിത്രം കണ്ട ഏറ്റവും വലിയ വിഡ്ഢികളായിരിക്കുമെന്ന് ഈ ലോകം വിധി എഴുതുന്ന ഒരു ദിവസം വരും. ഇതിനേക്കാൾ വലിയ RSSകാരുള്ള കാലത്ത് ശരാശരി ഹിന്ദുവിന്റെ മനസ്സ് വായിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നതാണ് ബാഫക്കയുടെ വിജയം. ഇപ്പോൾ ഒരു ബാഫക്ക നിലനിൽക്കുന്നില്ല. തങ്ങൾ തിങ്കൾ എന്നൊക്കെ പേരുള്ള പലരുണ്ട്. ബാഫക്കയില്ല. അതാണ് നഷ്ടം. തങ്ങളാകാൻ ഒരു കുടുംബത്തിൽ പറഞ്ഞാൽ മതി. പക്ഷേ പടച്ചതമ്പുരാന്റെ തൗഫീക്ക് കിട്ടണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു അനുഗ്രഹിക്കാൻ വേണം. ബാഫക്കയ്ക്ക് വിവരമില്ല. നിനക്ക് MA PhD ഒക്കെ പേരുണ്ട്, അതിൻ്റെ കൂടെ തങ്ങൾ എന്ന പേരുമുണ്ട്. പക്ഷെ ബാഫക്കയാൻ കഴിയില്ല. ബാഫക്കയ്ക്ക് വിവരമില്ലെങ്കിലും ആത്മാവിന് വിവരമുണ്ട്. ചുണ്ടിനെ വരില്ലാത്ത ആത്മാവിന് വിവരമുണ്ട്. എവിടെയാണ് ആ വിവരം? അന്യ സമുദായക്കാരൻ്റെ ശരാശരി മനസ്സ് വായിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണത്. അവിടെയാണ് അതിൻ്റെ വിജയം. അങ്ങനത്തെ മനുഷ്യന്മാരൊക്കെ നഷ്ടപ്പെട്ടു. ഞാൻ അവസാനിപ്പിക്കണത് പറഞ്ഞാൽ തീരില്ല. നല്ല നല്ല യോജിപ്പുകളില്ലാതെയായി. ഒരു ഫലിതം ആരോ പണ്ട് 20 കൊല്ലം മുമ്പ് പിടിച്ച ഒരു ടേപ്പ് റെക്കോർഡിൽ പിടിച്ച ഒരു വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഫലിതം ഞാൻ ഈ അടുത്ത ദിവസം ഒരാൾ എനിക്ക് അയച്ചെന്നോ കേട്ടു. അപ്പം വൈക്കം മുഹമ്മദ് ബഷീർ ഫലിതം പറയാം, എൻ്റെ വാസുവിനെ നല്ല തിന്നാൻ കൊടുത്തിട്ട് ഈ തെങ്ങിൻ്റെ മുരട്ടി നിർത്തിയിട്ടൊന്ന് കുളിപ്പിക്കണം. എന്നാൽ ഒരു കൊല്ലത്തിന് ഇനി തെങ്ങിന് വേറെ വളരണ്ട. ആ ജാതി ചെളിയാണ് വാസുവിൻ്റെ മേലുള്ളത്. എന്നിട്ട് പറഞ്ഞ് ചിരിക്കുക, കൂടുള്ളവർ ചിരിക്കുക. ആരാ? വാസു, MT വാസുദേവൻ നായർ. എന്നിട്ട് ആ കൂടുള്ളവരൊക്കെ ചിരിക്കുക. ആ ചിരിക്കണ കൂട്ടത്തിൽ പലരും ഉണ്ടാവും. ആ കൂട്ടത്തിൽ എന്താ സുകുമാർ ഹൈക്കോടതി പലരും ഉണ്ട്. ഈ ഒരു ബന്ധം, അങ്ങനെ ഒരു ബന്ധം വേണ്ടേ? അതിന് പാടില്ല. ഇപ്പം ഹിന്ദുവിനോടല്ല ബന്ധമല്ല, ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിയോടല്ല ബന്ധമല്ല. ഓരോരുത്തർക്കും നേതാക്കന്മാരായി വന്ന് പുതിയ കിടിലൻ പ്രഭാഷകർ. അവർ ഉരുളക്കുപ്പേരി ഹിന്ദുവിന് മറുപടി പറയും, ക്രിസ്ത്യാനിക്ക് മറുപടി പറയും. അവരുടെ മേലായിരിക്കും ഖിയാമത്ത് നാൾ ഉണ്ടാവുക. അതാണ് ബാഫക്കയുടെ നഷ്ടം. ബാഫക്ക മനസ്സിൻ്റെ ബാഫക്കയാണ്. മനസ്സിലാണ്ട് പറഞ്ഞ ഇവിടെയാണ് നമുക്കൊക്കെ പരാജയം. എന്തുകൊണ്ട്? ബാഫക്ക മുഹമ്മദിയത്തിൻ്റെ മേൽ ഒരല്പമെങ്കിലും തൊട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് കഴിയില്ല. മുഹമ്മദിയത്തിൽ തൊട്ട ഒരാൾക്ക് ഒരു സമൂഹത്തിൻ്റെ മനസ്സ് വായിക്കാൻ കഴിയും. അതുകൊണ്ടാണ് സുമാമ റളിയല്ലാഹു അൻഹു സുമാമയെ കയറയച്ച് വിട്ട് അറസ്റ്റ് ചെയ്യുന്ന വിട്ടപ്പോഴും സുമാമ കാൽക്കൽ വീണത്. സുമാമ കൊല്ലാൻ വന്നതാ. പിന്നെ യുദ്ധത്തിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. പിന്നെ 3 ദിവസം കഴിഞ്ഞപ്പോൾ വെറുതെ വിട്ടു. അപ്പോൾ സുമാമ കരഞ്ഞു വീണുപോയി. പോയിക്കോളൂ എന്ന് പറഞ്ഞു. പോകൂല എന്ന് പറഞ്ഞു. അല്ല, പോയിക്കോളൂ. പോകൂല, പോകുന്നല്ല ബദർ യുദ്ധത്തിൽ. അതാണ് മഹാനായ സുമാമ റളിയല്ലാഹു അൻഹു. ഇത് നബിയെ കൊല്ലാൻ വന്ന ആളാ. എൻ്റെ മുഹമ്മദിയത്തോരുള്ള കുപ്പേരി മറുപടി അറിയില്ല. മനുഷ്യൻ്റെ മനസ്സിന് നന്നാക്കി എടുക്കല.
യത്ലു അലൈഹിം ആയാതിഹി വയുസക്കിഹിം, ശുദ്ധീകരിക്കല മുഹമ്മദിയത്ത്. ഇതിലാണ് ബാഫക്ക് ജയിച്ചത്. ഇവിടെയാണ് ഇന്നത്തെ നമ്മളെ തങ്ങന്മാർ തോറ്റത്. തങ്ങളൊരു ഉദാഹരണം. മനസ്സിലാവുണ്ട് പറഞ്ഞ് ചിന്തിക്ക്, വളരെ ചിന്തിക്കണം. ആവശ്യമില്ലാത്ത ചർച്ചകൾ പോലും നല്ലതല്ല. ചാക്ക് രാധാകൃഷ്ണൻ്റെ വീട്ടിൽ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പോയതിനെക്കുറിച്ച് വലിയ മോശമായ കമൻറ്റുകൾ സോഷ്യൽ മീഡിയയിൽ വന്നു. അതൊന്നും വരാൻ പാടില്ല. അതൊക്കെ വളരെ തെറ്റാണ്. അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു, എൻ്റെ അമ്മ മരിച്ചപ്പോൾ അമ്മ മരിച്ചു ആശ്വസിപ്പിക്കാൻ വന്നതാ. എന്താ അങ്ങനെ വന്നിട്ടെന്താ? അദ്ദേഹം അബ്കാരിയാണ്. അതിൻ്റെ പ്രശ്നം ഹിന്ദു മതത്തിൽ അബ്കാരി ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് ആ മതം സ്വീകരിക്കുകയും പറ്റൂലെങ്കിൽ അവർ പുറത്താക്കുകയും ചെയ്യണ്ടല്ലേ. അവർ പുറത്താക്കാത്ത ഒരാൾ നമുക്കും അകത്തന്നെയല്ലേ. ഈ ലോകത്തെ ഏറ്റവും വലിയ തിന്മ അബ്കാരിയാകലാണോ? ഒരു ബന്ധം നിലനിർത്താൻ വേണ്ടി പോകുന്നില്ല, എന്താ തെറ്റ്? എന്തിനാണ് ട്രോളിൻ്റെ ആവശ്യം? ഇതൊക്കെ കാണുന്നൊരു സമൂഹം അവിടെ ഉണ്ട്. അങ്ങനെയും വേണ്ടേ? അങ്ങനെ മനുഷ്യന്മാർക്ക് തമ്മിൽ ബന്ധം വേണ്ടേ? അബ്കാരിയാണ് ആയിക്കോട്ടെ, അത് തീർത്താ തീരുന്ന പ്രശ്നമല്ലേ? തീർത്താ തീരാത്ത ചില പ്രശ്നങ്ങളുണ്ടല്ലോ. തീർത്താ തീരുന്ന അബ്കാരിയാകുക എന്നുള്ളത് തീർത്താ തീരാന്ന പ്രശ്നം തന്നെയല്ലേ? കള്ളു കച്ചവടക്കാരായ സ്വഹാബികളൊക്കെ ഉണ്ടായിട്ടില്ലേ? എന്തേ ഇല്ലേ? പറയും മനുഷ്യന്മാരെ കള്ളുകൂടിയമാരും അല്ല, ആരുമായിരുന്നു, കള്ളച്ചവടക്കാരായിരുന്നു. എന്തേ കള്ളച്ചവടക്കാർ ചെയ്യുന്നില്ല സ്വഹാബികൾ? മുത്തനബിന്റെ ശിഷ്യന്മാര്. പിന്നെ അവർ മാറ്റിയിട്ടുണ്ട്. നമുക്കിടയിലെ ബന്ധം എപ്പോഴും നിലനിൽക്കണ്ടേ? അപ്പറഞ്ഞത് ശരിയാണെങ്കിൽ എനിക്കതിനപ്പുറം അറിയില്ല. ഒരു അമ്മ മരിച്ചപ്പോൾ ആശ്വസിക്കാൻ വേണ്ടി പോയതാണ് എങ്കിൽ അതിൽ ഒരു എന്താ പറയാ, ആ ഒരു ആ ലെയറിൽ കുറച്ച് ആളുകളുണ്ടല്ലോ. പിന്നെ ചാക്ക് രാധാകൃഷ്ണൻ മാത്രമല്ല, ആ ലെയറിലെ ആളുകൾക്ക് തോന്നി തുടങ്ങുമല്ലോ, എന്ത് മുസ്ലിം നേതാക്കന്മാർ നമ്മളിൽ നിന്ന് ദൂരെയൊന്നും അല്ല. അവർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു സൊസൈറ്റി ഉണ്ടല്ലോ. ഏറ്റവും ചുരുങ്ങിയത് മനുഷ്യന്മാർ തമ്മിൽ വാളെടുക്കലും ഒന്ന് താഴ്ത്തി വെക്കാലോ. എന്തിനാണ് അതൊക്കെ ട്രോളിന്റെ ആവശ്യം? എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യത്തിൽ നമ്മൾ ഇടപെടുന്നത്? അബ്കാരി പറ്റാത്ത മതമാണെങ്കിൽ അവരല്ലേ പുറത്താക്കേണ്ടത്? അവർ പുറത്താക്കാത്ത കാലത്തോളം നീ ഏതിന് പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യം? നിന്റെ മതത്തിൽ കുറെ അബ്കാരികളുണ്ടല്ലോ, ഓരോ പുറത്താക്കിയിട്ടുണ്ടോ? സൂപ്പർ മാർക്കറ്റിൽ കള്ള് വിൽക്കണ മഹാന്മാരില്ലേ ഇവിടെ? ഓരൊക്കെ അങ്ങക്ക് മുണുങ്ങ. ഓരങ്ങളും എല്ലാം വലിയ സമ്മേളനത്തിനും കൊണ്ടുപോയിട്ട് സ്റ്റേജ് കയറി കുത്തിരിക്കും. ഓരോ സൂപ്പർ മാർക്കറ്റിൽ കള്ള് വരെ വെക്കുന്നുണ്ട്. അതിനെന്തോ പ്രശ്നമില്ല. ചാക്ക് രാധാകൃഷ്ണൻ മുസ്ലിം ആണല്ലോ. ആ സമുദായത്തിൽ അത് തെറ്റാണെങ്കിൽ അവർ പുറത്താക്കൂല. എടാ, പുറത്തേക്കണ്ട അബ്കാരി നിന്റെ സമുദായത്തിലില്ലേ? സൂപ്പർ മാർക്കറ്റിൽ കള്ള് വിൽക്കുന്ന മുതലാളിമാരെ മാത്രം പറഞ്ഞിട്ട് മോലിയന്മാരെ നാവ് ഇപ്പോ ഇതിൽ ഒതുങ്ങണില്ല, പല്ലിനിങ്ങോട്ട് കിട്ടുന്നില്ല. കാരണം ഇവരെ നാവ് പറഞ്ഞ് നീണ്ടുപോയി. ആചാര്യ കള്ള് വിൽക്കണ ആളുകളില്ലേ ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ? ഓരോ വീട്ടിൽ പോയിട്ട് നിങ്ങൾ വളഞ്ഞു കുട്ടി നിൽക്കണില്ലേ മോലിയന്മാരെ, തങ്ങന്മാരെ? എന്തിനാ ചാക്ക് രാധാകൃഷ്ണൻ വിമർശിക്കുന്നത്? അയാളെ വീട്ടിലേക്ക് ഒരു സൗഹൃദ സന്ദേശത്തിന് ഒരു സാന്ത്വനിപ്പിക്കാൻ വേണ്ടി ഒരു അമ്മയെ മരിച്ചു, അയാൾക്ക് വിഷമല്ലേ? അയാൾ ഹൃദയമുള്ള ഒരാളല്ലേ, അയാൾക്കൊരു വിഷമം ഉണ്ടാവുമല്ലോ. അത് നല്ലതല്ലേ? സമൂഹങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ ഉടക്കുകയും ചെയ്യുക, എന്നിട്ട് അതിനെ വലിയ സംഭവമാക്കി കാണിക്കുക എന്നിടത്താണ് മുസ്ലിമുകൾ തോറ്റിട്ടുള്ളത്. അങ്ങനത്തെ ഒരു മുസ്ലിം കേരളം കാശ്മീറാകാൻ വലിയ ദൂരമൊന്നും ഉണ്ടാവില്ല. റബ്ബന അലൈക തവക്കൽന وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم اللهم أمرتنا بدعائك ووعدتنا بإجابتك لقد دعوناك فأجبنا يا الله يا حي يا قيوم اللهم أنت منتهى رجاء الراجين وآية ملاذ اللاجئين فإلى من تمد الأيادي وترجى منه الحوائج إذا كان فضلك ممنوعا عن العاصين وقد أتينا بابك يا الله بثنائك وثناء عبدك محمد فلا تردن أيدينا خائبين بمحض فضلك وجودك وكرمك يا أكرم الأكرمين ويا أجود الأجودين ويا أرحم الراحمين. ആയിഷ അരക്കിണർ 101 രൂപ മജ്‌ലിസിലേക്ക് എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും തീർത്ത്
സന്തോഷവും റാഹത്തും അവർക്ക് നൽകണമേ റബ്ബേ. വലിയ ബുദ്ധിമുട്ടിലാണ്, പ്രയാസം മാർഗം 196 രൂപ ഒരാൾ തൊടുപുഴയിൽ നിന്ന്. അള്ളാഹുവേ അദ്ദേഹത്തിൻ്റെ പ്രയാസം തീർത്ത് സന്തോഷത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കണമേ റബ്ബേ. മുഹമ്മദ് ഗുരുവായൂർ 1000 രൂപ അള്ളാഹു അദ്ദേഹത്തിന് സ്വതക്ക സ്വീകരിക്കുകയും ഹലാലായ ഉദ്ദേശങ്ങൾ സാധിപ്പിക്കുകയും ചെയ്യണമേ റബ്ബേ. ഹംസ തൊടുപുഴയിൽ 251 രൂപ അദ്ദേഹത്തിൻ്റെ ഹലാലായ ഉദ്ദേശങ്ങൾ സാധിപ്പിക്കുകയും ആ സ്വതക്ക കബൂലാക്കുകയും ചെയ്യണമേ റബ്ബേ. സോഷ്യൽ മീഡിയയിൽ ക്ലാസ് കേൾക്കുന്നവർ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹ് എല്ലാ ഖൈറിൻ്റെ വാതിലും ഈ സോഷ്യൽ മീഡിയയിൽ ഈ ക്ലാസ് കേൾക്കുന്നവർ, ഇന്നലത്തെ ക്ലാസ് കേട്ടവർ എല്ലാവർക്കും നൽകണമേ റബ്ബേ. അസുഖം മാറാൻ ദുആ ചെയ്യാൻ സാധിക്കും. മാനൂര് ഒക്കെ അസുഖം ഷിഫയാക്കി കൊടുക്കണമേ റബ്ബേ. 5 അള്ളാഹ് ക്ലാസ്സിലുള്ള ചായക്ക് പൈസ അയച്ചിട്ടുണ്ട്. അബുദാബിയിൽ നിന്നൊരു നല്ല മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രശ്നവും പ്രയാസവും പരിഹരിച്ചു കൊടുക്കണമേ റബ്ബേ. ആരൊക്കെ നന്മയുടെ കൂടെ നിന്നോ, അവരാരാണെങ്കിലും, അവർ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനിയായാലും, ആരൊക്കെ മാനവ സമൂഹത്തിൻ്റെ നന്മക്ക് വേണ്ടി, ഈ പ്രപഞ്ചത്തിൻ്റെ നന്മക്ക് വേണ്ടി ആരൊക്കെ അധ്വാനിച്ചിട്ടുണ്ടോ അവരെയൊക്കെ നിൻ്റെ അനുഗ്രഹം ചൊരിയണമേ റബ്ബേ. അതേത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും നിൻ്റെ അനുഗ്രഹം നീ അവർക്ക് ചൊരിഞ്ഞു കൊടുക്കണമേ റബ്ബേ. മാനവ സമൂഹത്തിൻ്റെ പരസ്പരമുള്ള ഐക്യത്തിന് വേണ്ടി ആരൊക്കെ അധ്വാനിച്ചിട്ടുണ്ടോ അവരെ എല്ലാവരെയും നീ അനുഗ്രഹം കൊണ്ട് അനുഗ്രഹം ചൊരിഞ്ഞ് സന്തോഷിപ്പിക്കണമേ റബ്ബേ. ഞങ്ങളെയും ആ അനുഗ്രഹത്തിൽ പങ്കാളികളാക്കണമേ റബ്ബേ. മനുഷ്യൻ തമ്മിൽ അകലുന്ന ഒരു ഭീകരവാദ വാഴ്ചയിലേക്ക് ഓടുന്ന ഈ കേരളത്തെ യഥാർത്ഥ മനുഷ്യത്വത്തിൻ്റെ ഒരു നാടായി, പഴയകാല മനുഷ്യർ യോജിച്ച് നിന്നത് പോലെയുള്ള ഒരു കാലത്തിലേക്ക് തിരിച്ചെത്തിക്കാൻ പുതിയ സമൂഹത്തിന് കഴിയണമേ റബ്ബേ. അതിന് ഉതകുന്ന ഒരു നേതൃത്വത്തെ കേരളീയ സമൂഹത്തിൻ്റെ ആ സരസിൽ നീ ഉണർത്തണമേ റബ്ബേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ عذاب النار وأدخلنا الجنة مع الأبرار يا عزيز يا غفار برحمتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين بفضل صلى الله على سيدنا محمد صلى الله عليه وسلم. നാളെ തിജാനിയത്ത് ഉത്കൃഷ്ട മാർഗം